सर्वसंशयच्छेतारं सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കിന്ന് വായിക്കാനുള്ളത് എൻ്റെ പുസ്തകത്തിലെ 91-ാമത്തെ പദ്യവും നിങ്ങളുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 28-ാമത്തെ പദ്യവുമാണ്. 28 പദ്യം ഇതാണ്: അറിവുക്കറിവെന്നും ആഗമങ്ങൾ ശുദ്ധ അറിവെന്നും വേദത്തിനന്തം பெரியா நிலைக்கு சரியாகு நீ என்றான் நான் என்றலைக்கு மரி ബ്രഹ്മരൈ. അറിവുക്കറിവെന്നും ആഗമങ്ങൾ, ഈ പരമാത്മ തത്വത്തെ ആഗമശാസ്ത്രങ്ങൾ ഒരു തരത്തിൽ വിവരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശൈവാഗമങ്ങൾ, പശുപതി പാശം എന്ന് 3 അടിസ്ഥാന തത്വങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ശൈവാഗമങ്ങൾ. ഇതിനെ, ഈ ആത്മാവിനെ ഒരു തരത്തിൽ പറയുന്നു, വേദാന്തം മറ്റൊരു തരത്തിൽ വിവരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരേ കാര്യത്തെ തന്നെയാണ് 2 പേര് വ്യത്യസ്ത രീതികളിൽ വിവരിക്കുന്നത്. അതിനെന്താ, ഇപ്പോൾ ഒരേ വസ്തുവിന് 2 ഭാഷയിൽ 2 പേരുണ്ടാകുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. ഭാഷ വ്യത്യസ്തമായതുകൊണ്ട് പേരും വ്യത്യസ്തമാണ്. പക്ഷേ അവർ 2 പേരും ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ വസ്തുവിനെയാണ്. ഇങ്ങനെ ആലോചിച്ചാൽ ഇവിടെ തർക്കത്തിന് സ്ഥാനമേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കേണ്ട ഒരാവശ്യവുമില്ല. എന്തിനാത്? ശൈവന്മാര് പറയുന്നു ശിവതത്വം അത് മാത്രമേ ഉള്ളൂ, വൈഷ്ണവന്മാര് പറയുന്നത് എന്താ, വിഷ്ണു മാത്രമേ ഉള്ളൂ, ശുദ്ധ വേദാന്തികൾ പറയുന്നത് ബ്രഹ്മതത്വം മാത്രമേ ഉള്ളൂ എന്നാണ്. എന്ത് പറഞ്ഞാൽ എന്ത്? അദ്വൈതിക്ക് ആരോടും വിരോധവുമില്ല, വഴക്കുമില്ല എന്ന് വെച്ച് അദ്ദേഹം ദ്വൈതത്തെ അംഗീകരിക്കുന്നു എന്നാണോ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ അദ്വൈതത്തെ നിങ്ങൾ പല പ്രകാരത്തിലും പറഞ്ഞ് തമ്മിലടിക്കുന്നു. ശങ്കരാചാര്യർ ജീവൻ മുക്താനന്ദ ലഹരി എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? ഒരു ശുദ്ധ വേദാന്തി അദ്വൈത ബ്രഹ്മമാണ് പരമസത്യം എന്ന് സാക്ഷാത്കരിച്ച ഒരാൾ, പോട്ടെ സിദ്ധാന്തപരമായിട്ട് ഉറപ്പ് വന്നിട്ടുള്ള ഒരാൾ തന്നെ, ക്വചിത് ശൈവൈസാർദ്ധം, ചിലപ്പോൾ അദ്ദേഹം ശൈവന്മാരോട് കൂടെ ചേർന്ന് ശിവഭക്തന്മാരുടെ സംഘത്തിൽ ചേർന്ന് നമഃശിവായ ജപിച്ചുകൊണ്ട് പോകും. അതേ ആൾ ചിലപ്പോ വൈഷ്ണവന്മാരുടെ കൂടെ ചേർന്ന് ഓം നമോ നാരായണായ എന്നോ ശ്രീകൃഷ്ണായ നമഃ എന്നോ ഹരേ രാമ ഹരേ കൃഷ്ണ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അദ്ദേഹത്തിന് എല്ലാം ഒന്നാ. ചിലപ്പോ ഗണപതി ഭക്തന്മാരുടെ കൂടെ ചേർന്ന് ഗണപതി സ്തുതികൾ പറഞ്ഞുകൊണ്ട് നടക്കും. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ വിഷ്ണുവും ശിവനും ഗണപതി എല്ലാം ഒന്ന്. പക്ഷേ ഈ ശൈവന്മാർക്കും വൈഷ്ണവന്മാർക്കും ഗാണപത്യന്മാർക്കും കൗമാരന്മാർക്കും ശാക്തന്മാർക്കും സൗരന്മാർക്കും എന്താണ് ഈ 6 എണ്ണം? ഷൺമതം. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ചത് ഈ 6 മതങ്ങളെയാണ്. മതം എന്ന് പറഞ്ഞാൽ റിലിജിയൻ എന്നുള്ള അർത്ഥത്തിലല്ല, 6 തരം പൂജാവിധാനങ്ങൾ. ഒരേ ഹിന്ദു മതത്തിൽ തന്നെ 6 തരത്തിലുള്ള പൂജാവിധാനങ്ങൾ. എന്തിനങ്ങനെ? ആയിരക്കണക്കിന് ദൈവങ്ങളെ പൂജിക്കുന്നതിനേക്കാളും നല്ലതല്ലേ 6 പൂജിക്കുന്നത്? കാരണം ദൈവങ്ങളുടെ എണ്ണവും ആചാരങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ മനസ്സ് ഛിന്ന ഭിന്നമായി പോകും, അത് ചെതറിപ്പോവും. ഒരമ്പലത്തിൽ തന്നെ നോക്കിക്കോളൂ, എത്ര സന്നിധാനം, എത്ര പ്രതിഷ്ഠയാണ്. അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിന് അമ്പലത്തിൽ ഒന്നിൽ കൂടുതൽ പ്രതിഷ്ഠ? ഗണപതിയുണ്ട്, മുരുകനുണ്ട്, ശിവനുണ്ട്, പാർവതിയുണ്ട്, അയ്യപ്പനുണ്ട്, ഹനുമാനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്. എന്തിനാ? എല്ലാവരും എല്ലാറ്റിനെയും ആരാധിക്കണമെന്നല്ല ആ പ്രതിഷ്ഠിച്ചവരുടെ ഉദ്ദേശ്യം. അവരവർക്ക് ഇഷ്ടപ്പെട്ടത് അവരവർ സ്വീകരിച്ചോട്ടെ എന്ന്. എല്ലാം ഉണ്ടാകുന്നതാണ്. സദ്യ പോലെയാ. സദ്യയില് കിച്ചടി, പച്ചടി, അവിയൽ, കാളൻ, എരിശ്ശേരി, പുളിശ്ശേരി, രസം, സാമ്പാർ, ഇങ്ങനെ ഒരുപാടെണ്ണം ഐറ്റം വെച്ചിരിക്കുന്നത്. എല്ലാവരും എല്ലാം കഴിച്ചോളണമെന്നല്ല. ചിലർക്ക് ചിലതിനോട് താല്പര്യം കൂടും, അവരത് കൂടുതൽ വാങ്ങിച്ച് കഴിക്കട്ടെ, മറ്റുള്ളത് ഒന്ന് തൊട്ട് നക്കട്ടെ. എല്ലാ ഐറ്റവും ഉണ്ട്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് സ്വീകരിച്ചോളൂ. അതാണ് ആദ്യം ഇലയിൽ വിളമ്പുമ്പോൾ അല്പാൽപ്പം വിളമ്പുന്നത്. എന്തൊക്കെ അവർ പാചകം ചെയ്ത് വെച്ചിട്ടുണ്ട്
അടുക്കളയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ഊണ് കഴിക്കാൻ വന്നിരിക്കുന്നവർ അറിയണ്ടേ. അതുകൊണ്ടാണ് എല്ലാറ്റിനും അല്പം എന്നിട്ട് ഇഷ്ടമുള്ളത് കൂടുതൽ വാങ്ങിച്ചു കഴിക്കുക. അതുപോലെയാണ് ഈ ദേവതാ സങ്കല്പങ്ങൾ ഓരോരുത്തർക്കും അഭിമതമായത്, അവരവർക്ക് ഇഷ്ടപ്പെട്ടത് അവരവർ സ്വീകരിച്ചോട്ടെ. അപ്പോഴും അവരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഈശ്വരൻ ഒന്നാണ് എന്നുള്ള സത്യം. ഈശ്വരൻ ഒന്നാണ്. ഏത് രൂപത്തിലോ ഏത് ഭാവത്തിലോ ഏത് സ്തുതിയിലോ ഏത് ആചാര സമ്പ്രദായത്തിലോ പൂജാക്രമത്തിലോ നിങ്ങൾ ആ ഈശ്വരനെ ആരാധിച്ചോളൂ, അതിനൊന്നും ദോഷമില്ല. പക്ഷേ ഈ പല പല ദേവതമാർ വാസ്തവമാണെന്ന് വിചാരിക്കുന്നു. ദേവൻ അല്ലെങ്കിൽ ദേവത ഈശ്വരൻ ഒന്ന്. ഈ ഒന്നിൽ ചെന്ന് നിൽക്കാതെ സ്വസ്ഥത ഉണ്ടാവില്ല. എഴുതിയിട്ടോളൂ നിങ്ങൾ എവിടെയെങ്കിലും. പലതുണ്ട്. ഈശ്വരനെ തന്നെ ഒന്നിൽ കൂടുതലായി കണ്ടാൽ ആ മനസ്സ് ചഞ്ചലമായേ അടങ്ങും. ചഞ്ചലമായേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ ചഞ്ചലമായിട്ട് അടങ്ങുമെന്നല്ല, ചഞ്ചലമായി തന്നെ സ്ഥിതി ചെയ്യും. ചഞ്ചലമാകാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന്, നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഒന്ന് എന്നുള്ള ഭാവം നല്ലതുപോലെ ഉറയ്ക്കണം. ഏതമ്പലത്തിലും പോവാം, ഏത് ദേവനെയും ഉപാസിക്കാം, ഏത് സ്തുതിയും ചൊല്ലാം, അതിനൊന്നും തെറ്റില്ല. ഇപ്പൊ ഇവിടെ എന്ത് പറയുന്നു നോക്കൂ. അറിവ് കറിവെന്നും ആഗമങ്ങൾ. ആഗമശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശൈവാഗമങ്ങൾ, ശൈവ സിദ്ധാന്തത്തിൽ ആവിർഭവിച്ചിട്ടുള്ള, ശൈവ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതാണ് ശൈവാഗമങ്ങൾ. അവ എന്തു പറയുന്നു? അറിവ് കറിവെന്നും. അറിവിൻ്റെയൊക്കെ അറിവാണ് എന്ത്? ഈ ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ. അറിവിൻ്റെ അറിവ് ഉപനിഷത്തൊക്കെ പറയുന്നത് എന്താ? കണ്ണിൻ്റെ കണ്ണ്, ചെവിയുടെ ചെവി, മനസ്സിൻ്റെ മനസ്സ്, ബുദ്ധിയുടെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നും കൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല എന്നർത്ഥം. കണ്ണിൻ്റെ കണ്ണിന് കാണാൻ പറ്റുമോ? ചെവിയുടെ ചെവിയെ ചെവിക്ക് കേൾക്കാൻ പറ്റുമോ? മനസ്സിൻ്റെ മനസ്സിനെ ആര് മനനം ചെയ്യും? ബുദ്ധിയുടെ ബുദ്ധിയെ ബുദ്ധിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇങ്ങനെ എല്ലാറ്റിനും ആന്തരമായിട്ടുള്ളത്, അതിസൂക്ഷ്മമായിട്ടുള്ളത്, അതിനെ ആരറിയുന്നാണ്? ആരുണരുവതുള്ളൊരു നിർവികാര രൂപം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുന്നത്. ഈ നിർവികാരമായ സത്യത്തെ ആര് കണ്ട് ഉണരുന്നു? അതുവരെ അജ്ഞാന നിദ്രയിൽ തന്നെ എല്ലാവരും കഴിഞ്ഞുകൂടുന്നു എന്നാണ്. അപ്പൊ അറിവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ ബോധം. ബോധമുണ്ട്, എനിക്ക് ബോധമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ആ ബോധം ഉണ്ട് എന്ന് പറയുന്നത് ഒരു ബോധമല്ലേ? അപ്പൊ ബോധത്തെക്കുറിച്ച് അറിയുന്ന ഒരു ബോധമുണ്ട്. അത് ആദ്യം പറഞ്ഞ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. സ്വയം പ്രകാശകമായതുകൊണ്ട്, അതിന് മറ്റൊന്നിൻ്റെയും ആവശ്യം ഇല്ലാത്തത് കൊണ്ട്, അത് സ്വയം അറിയുന്ന സത്യമായതുകൊണ്ട് അതിനെ അറിവിൻ്റെ അറിവ്, കണ്ണിൻ്റെ കണ്ണ്, ബോധത്തിൻ്റെ ബോധം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതാണ് ശൈവാഗമങ്ങളുടെ പ്രഖ്യാപനം. ഇനി വേദാന്തികൾ എന്താ പറയുന്നത്? ശുദ്ധ അറിവെന്നും വേദത്തിനന്തം. ശുദ്ധമായ അറിവാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വേദാന്തികൾ പറയുന്നു. എന്ത് പറഞ്ഞാലും ഈ ഗ്രന്ഥകർത്താവ് എന്താ പറയുന്നത്? വേദാന്തികൾ പറഞ്ഞോട്ടെ, ശൈവ സിദ്ധാന്തക്കാർ വേറെന്ന് പറഞ്ഞോട്ടെ, ഇവർ രണ്ടുപേര് പറയുന്നത് തമ്മിൽ ഒരേ കാര്യത്തെയാണ്, വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കിയാൽ രണ്ടുപേർക്കും കാര്യം പിടികിട്ടി. വേദാന്തി പറയുന്നു, ഈ ശൈവ സിദ്ധാന്തക്കാർ പറയുന്ന ആ ശിവതത്വം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ബ്രഹ്മമല്ല, അത് വേറൊന്നാണ് എന്ന് പറഞ്ഞാൽ വേദാന്തി നേരെ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. ഇനി ശൈവന്മാര് പറയാണ്, ഞങ്ങൾ പറയുന്ന ശിവതത്വമല്ല വേദാന്തികളുടെ ബ്രഹ്മതത്വം, അത് വേറൊന്നാണ് എന്ന് വിചാരിച്ചാൽ അവരുടെ കാര്യവും പരിങ്ങലിലായി എന്ന്. രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല. ഇവർ രണ്ടുപേരും പറയുന്നത് ഒരൊറ്റ സത്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലായി. എന്ത് പറയുന്നു? പിരിയാ നിലയ്ക്ക് ശരിയാകും. പിരിയാത്ത നില, വിട്ടുപോകാത്ത സ്ഥിതി, അതാണ് ആത്മസ്ഥിതി. ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന ഒരാൾക്ക് ആത്മാവിൽ നിന്ന് വിയോഗം സംഭവിക്കുന്നില്ല. അയാൾ ആത്മാവിനെ വിട്ടിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയില്ല. ആ കൂട്ടുകെട്ട് മരണത്തിന് പോലും പിരിക്കാൻ പറ്റാത്തതാണ്. ആത്മാവും ആത്മജ്ഞാനിയും തമ്മിലുള്ള ബന്ധത്തെ മരണത്തിന് പോലും തകർക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആത്മജ്ഞാനി താൻ ആത്മാവാണെന്നാണ് സാക്ഷാത്കരിക്കുന്നത്. എനിക്ക് എന്നിൽ നിന്നൊരു വിയോഗം സാധ്യമാണോ? അതെങ്ങനെ സാധ്യമാവും? ഞാൻ ആത്മാവാണ് എന്നൊരാൾ സാക്ഷാത്കരിക്കുമ്പോൾ തന്നിൽ നിന്ന് അന്യമായ ഒരാത്മാവാണ് എന്നല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ തന്നെ ആത്മാവ്, ആത്മാവ് തന്നെ ഞാൻ. അപ്പോ ഞങ്ങൾ തമ്മിൽ എന്ന് പറയാൻ അവിടെ രണ്ടേ ഇല്ല. രണ്ടുണ്ടെങ്കിലല്ലേ വിയോഗം, രണ്ടുണ്ടെങ്കിലല്ലേ യോഗവും.
ഒന്ന് മറ്റൊന്നിനോട് ചേരണമെങ്കിൽ രണ്ട് വേണം. ജീവനും ബ്രഹ്മവും രണ്ടാണെങ്കിൽ ജീവൻ ബ്രഹ്മത്തോട് യോജിക്കുന്നതാണ് മുക്തി, മോക്ഷം എന്ന് പറയുന്നു. പക്ഷെ ജീവോ ബ്രഹ്മൈവ എന്നാണല്ലോ പറയുന്നത്. അത് രണ്ടും രണ്ടല്ല, രണ്ടെന്ന പോലെ തോന്നുന്നു. ജീവൻ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നീങ്ങുക മാത്രമേ വേണ്ടൂ, വേറൊന്നും ആവശ്യമില്ല. അപ്പോൾ രണ്ടുണ്ടെങ്കിലേ ഉള്ളൂ യോഗം, രണ്ടുണ്ടെങ്കിലേ ഉള്ളൂ വിയോഗം. പഞ്ചസാരയ്ക്ക് അതിൻ്റെ മാധുര്യത്തെ വിട്ടിട്ടൊരു നിലനിൽപ്പുണ്ടോ? സാധ്യമല്ല. മാധുര്യത്തിന്റെ സാന്ദ്രമായ രൂപമാണ് പഞ്ചസാര. അല്ലെങ്കിൽ മറ്റേത് മധുര പലഹാരങ്ങളും. മധുരരസം കട്ടിപിടിച്ചതാണ്. അപ്പൊ അതിന്റെ മാധുര്യം എങ്ങനെ നഷ്ടമാകും? തേനിന്റെ അതിന്റെ സ്വാദ്, മധുരരസം നഷ്ടമാവോ? ഇതുപോലെ പിരിയാതിരിക്കുന്ന ഒരവസ്ഥ, ആത്മാവിൽ നിന്ന് താൻ അന്യമാകുന്നില്ല, ആ അവസ്ഥയാണ് ഈ രണ്ട് കൂട്ടരും ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ശൈവാഗമത്തിൽ വിശ്വസിക്കുന്നവരും വേദാന്തികളും, ഇവർ രണ്ടുപേരും തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നും ആ ഈശ്വരതത്വത്തോടു കൂടി മാത്രം ചേർന്ന് നിൽക്കുന്ന ആ ഐക്യത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടുപേർ പറയുന്നതും ശരി. ഭേദചിന്ത ഉണ്ടെങ്കിൽ വേറെ വേറെ, ശിവൻ വേറെ ഞാൻ വേറെ എന്ന് ശൈവാഗമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞാലും ജീവൻ വേറെ ബ്രഹ്മം വേറെ എന്നൊരു വേദാന്തി പറഞ്ഞാലും രണ്ടുപേർക്കും കാര്യം പിടികിട്ടിയിട്ടില്ല. രണ്ട് കാണുന്നവന് കാര്യം മനസ്സിലായില്ല. ഇതാണ് തീരുമാനം. പിരിയാ നിലയ്ക്ക്, അതിനാണ് പെറിയാന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ പിരിയാത്ത നില, വേർപെടാത്ത അവസ്ഥ നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ. തമിഴിൽ അതിന് പിരിയ എന്ന് പറയുന്നതിന് പകരം അങ്ങനെ പറഞ്ഞു. പിരിയാ നിലയ്ക്ക് ശരിയാകും, വിട്ടുപിരിയാത്ത ഒരവസ്ഥയാണ് ഈ വേദാന്തികളും ശൈവ സിദ്ധാന്തക്കാരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ രണ്ടുപേരുടെ വാദവും കറക്റ്റ്, ശരി. വിട്ടുപിരിയുന്ന ഒരവസ്ഥയാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തെറ്റ്, രണ്ടുപേർക്കും അബദ്ധം പടഞ്ഞിരിക്കുന്നു. താൻ തൻ്റെ അന്തരാത്മാവുമായി ചേർന്നിരിക്കുന്നു, ഈ ഞാനെന്നൊന്ന് വേറിട്ടില്ല, വേറിട്ടതുപോലെ തോന്നി എൻ്റെ അജ്ഞത കൊണ്ട്. അത് ജ്ഞാനം വന്നതോടുകൂടി ആ വേർപിരിഞ്ഞിട്ടുള്ള അവസ്ഥ വ്യത്യാസമാണ്, ഭിന്നമാണ് എന്നുള്ള ചിന്ത നീങ്ങിയതോടുകൂടെ ഞാൻ ആത്മാവാണ് എന്നങ്ങ് ബോധ്യം വന്നു. അത് ശരിയാണ് എന്നാണ്. അതിനെ നിങ്ങൾ ശിവതത്വം എന്ന് പറഞ്ഞാലും ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാലും ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും തുല്യമാണ്, ഒരു വ്യത്യാസവുമില്ല. ശരിയാകും നീ என்றான் ആനെன்றലയ്ക്കും അരിബ്രഹ്മരൈ. ഇത് മനസ്സിലാക്കാതെ, ഈ അദ്വൈത സത്യം, അദ്വൈത ബ്രഹ്മത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാതെ നീ എന്നാൽ നാൻ എന്നാൽ, നീ എന്നാൽ അല്ലെങ്കിൽ ഞാൻ എന്നാൽ, ഇവിടെ എന്താ രണ്ട് മഹാവാക്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നീ എന്നാൽ എന്ന് പറഞ്ഞാൽ തത്വമസി, നീ അതാണ്. ഇതാണല്ലോ സത്യസാക്ഷാത്കാരം നേടിയ ഒരാൾ സാക്ഷാത്കാരം നേടാത്ത ഒരു ശിഷ്യനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉപദേശിക്കുന്നത്. തത്വമസി, നീ അതാണ് എന്ന് ഉപദേശിക്കുന്നു. പക്ഷേ ആ ആത്മതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് ഒരാൾ ഈ തത്വമസി മഹാവാക്യം ഉപദേശിക്കുന്നതെങ്കിൽ അത് കാര്യമായ പ്രയോജനം ഉണ്ടാക്കുകയില്ല ശിഷ്യനിൽ. ഈ പറയുന്നവന് അല്പമെങ്കിലും ഉറപ്പ് വേണം, ഇല്ലെങ്കിൽ ആ പറച്ചിൽ ഫലപ്രദമാവില്ല. പറയുന്നവന് ഈ പറയുന്നതിനോടൊരു പ്രതിപത്തിയും ഇത് സത്യമാണ് എന്നുള്ള ഒരു ദൃഢനിശ്ചയവും ഒക്കെ ഇല്ലെങ്കിൽ തനിക്ക് ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഒരാൾ എത്ര ഘോരഘോരം പ്രസംഗിച്ചാലും കേൾക്കുന്നവരിൽ അത് എന്ത് ഫലമുണ്ടാക്കും, എന്ത് പ്രതികരണം ഉണ്ടാക്കും? അവരുടെ മനസ്സിനെ എങ്ങനെ അത് സ്വാധീനിക്കും? ആ ഉപദേശം സ്വാധീനിക്കില്ല. അപ്പോ ഒരാൾ ശിഷ്യനെ നോക്കി തത്വമസി എന്ന് പറയുന്നു, കുറച്ചു കഴിഞ്ഞു പറയുന്നു ഞാൻ എന്നാൽ അഹം ബ്രഹ്മാസ്മി. തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും, നീ എന്നാൽ എന്ന് പറഞ്ഞാൽ തത്വമസി എന്നുള്ള മഹാവാക്യം, നാൻ എന്നാൽ എന്ന് പറഞ്ഞാൽ അഹം എന്ന് തുടങ്ങുന്ന മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. നീ എന്നാൽ എന്ന് പറഞ്ഞാൽ ത്വം, നീ എന്ന പദത്തിൽ തുടങ്ങുന്ന മഹാവാക്യം. ത്വമ്മിലല്ല തുടങ്ങുന്നത്, ത്വം എന്നുള്ള പദം വരുന്ന മഹാവാക്യം തത്വമസി, അഹം ബ്രഹ്മാസ്മി. ഈ രണ്ട് മഹാവാക്യങ്ങളും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഉപദേശിച്ചാൽ അത് വലിയ കുഴപ്പം ചെയ്യും എന്നാണ് പറയുന്നത്. പ്രയോജനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, വലിയ ദോഷം ചെയ്യും. ഒരു ആചാര്യൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ശിഷ്യൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഗുരുവിൻ്റെ അടുത്ത് ഉപദേശത്തിനായി എത്തിയിട്ടുള്ള ഒരു ശിഷ്യൻ ഗുരു പറയുകയാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യൻ എന്താ മനസ്സിലാക്കേണ്ടത്? ശിഷ്യൻ എന്ത് വിചാരിക്കും?
ഗുരുവിന്റെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ഭാവമാണ് ബ്രഹ്മം എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ഞാൻ, അപ്പൊ ഞാനും ബ്രഹ്മം. അറിയാതെ പറയുകയാണ്, സാക്ഷാത്കരിക്കാതെ പറയുകയാണ്, പ്രയോജനപ്പെടില്ല. അദ്ദേഹം ഞാൻ എന്ന വാക്കുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്തിനെ, ഉന്നം വെക്കുന്നത് എന്തിനെ? അഹങ്കാരത്തെ അല്ല എന്ന് ഈ പാവം ശിഷ്യനുണ്ടോ അറിയുന്നു. ഞാൻ എന്നുള്ള വാക്കിന് നമ്മൾ സാധാരണ കൽപ്പിച്ചു കൊടുക്കുന്ന അർത്ഥം, ഞാൻ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം. അപ്പോൾ വ്യക്തിത്വത്തെ അദ്ദേഹം ബ്രഹ്മമാണ്, ഗുരു ബ്രഹ്മമാണ് എന്നല്ലേ അദ്ദേഹം പറയുന്നത് എന്നല്ലേ ഒരു സാമാന്യ ശിഷ്യൻ വിചാരിക്കൂ. ആ ധാരണ ശരിയാണോ? അല്ല. അപ്പോൾ ഗുരു അതിൻ്റെ അർത്ഥത്തെ വ്യക്തമാക്കി കൊടുക്കണം. ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹങ്കാരത്തെ അല്ല, ഏതോ ഒന്നിന്റെ പ്രകടനമാണ് ഈ ഞാൻ, അതിനെയാണ് ഞാൻ എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കൊടുത്ത് ശിഷ്യനെ അഹങ്കാരത്തിൽ നിന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതിന് പറ്റിയ ഗുരു മാത്രമേ ശിഷ്യനെ ഉപദേശിക്കാവൂ എന്നാണ്, അല്ലെങ്കിൽ പ്രയോജനമില്ല. ഗുരു തത്വമസി പറയും, ശിഷ്യൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. രണ്ടുപേരും കാര്യം മനസ്സിലാക്കാതെ പറയുകയും കേൾക്കുകയും ചെയ്ത് പോകും. അതാണ് ആ പിരിയാത്ത നിലയെ മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ രണ്ട് മഹാവാക്യങ്ങളും നല്ലത്, പ്രയോജനപ്രദം. നീ എന്നാൽ ഞാൻ എന്ന് അലയ്ക്കും അരിബ്രഹ്മരൈ. അരി എന്ന് പറഞ്ഞാൽ ഹരി, ബ്രഹ്മരൈ എന്ന് പറഞ്ഞാൽ ഹരിബ്രഹ്മരൈ എന്ന് പറഞ്ഞാൽ ഹരിയെയും ബ്രഹ്മാവിനെയും, ബ്രഹ്മാ വിഷ്ണുക്കളെ എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രിമൂർത്തികളെ നടക്കാം. ശിവന്റെ കാര്യം പറയുന്നില്ല. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പോലും അലയ്ക്കും. അലയ്ക്കും എന്ന് പറഞ്ഞാൽ എന്താ? വേദനിപ്പിക്കും എന്നാണ്. ബ്രഹ്മാവിഷ്ണുക്കൾക്ക് പോലും ഈ അർത്ഥമറിയാതെ ഉപദേശിക്കപ്പെടുന്ന തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ കേട്ടിട്ട് വിഷമം ഉണ്ടാവുന്നതാണ്. ഈ പാവം പറയുന്നവനും അറിയുന്നില്ല, കേൾക്കുന്നവൻ അതിന് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇവരെന്താ പറയുന്നത്? പൊട്ടൻ ഉപദേശിച്ചതുപോലെ എന്നാണ്. ഒരു പൊട്ടൻ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവനല്ല, മന്ദബുദ്ധി, കാര്യം ഗ്രഹിക്കാത്തവൻ. ഒരാൾ വേറൊരാൾ ചോദിച്ചു, ക്ഷേത്രത്തിലേക്കാണല്ലേ? രണ്ടുപേരും ചെവി കേൾക്കാത്തവരാണ്. ഒരാൾ വേറൊരാൾ ചോദിച്ചു, ക്ഷേത്രത്തിലേക്കാണല്ലേ? അല്ലല്ല, ഞാൻ ക്ഷേത്രത്തിലേക്കാണ്. മറ്റേയാൾ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ക്ഷേത്രത്തിലേക്കാണെന്ന്. രണ്ടുപേരുടെയും ശ്രവണശക്തി മനസ്സിലായല്ലോ. ഇതുപോലെ ആയിപ്പോവും തത്വം അറിയാതെ ഉപദേശിക്കുന്നവനും തത്വം അറിയാതെ കേൾക്കുന്നവനും. കേൾക്കുന്നവൻ എപ്പോഴും തത്വം അറിയാത്തവനാണ്. ഈ പറയുന്നവൻ തത്വം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ശിഷ്യനെ ഉപദേശിക്കാൻ. അല്ലെങ്കിൽ അത് ഹരിയെയും ബ്രഹ്മാവിനെയും പോലും വേദനിപ്പിക്കും, അവർക്ക് പോലും അസ്വസ്ഥതയുണ്ടാക്കും, അവരുടെ ക്ഷമയെപ്പോലും പരീക്ഷിക്കും. ഏത്? ഈ ഉപദേശങ്ങൾ. ചിലപ്പോൾ ഓടി വന്ന് തലയ്ക്കൊരു തട്ട് തന്നിട്ട് പോകും ഈ ബ്രഹ്മാവും വിഷ്ണുവും കൂടെ. സഹിക്കാൻ പറ്റില്ല അവർക്ക് എന്നാണ്. അവരുടെ ക്ഷമയെപ്പോലും പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. ഈ അവസരത്തിൽ രമണ മഹർഷിയുടെ ഉള്ളത് 40 എന്നുള്ള കൃതിയിൽ 32ാമത്തെ പദ്യം ഈ വ്യാഖ്യാതാവ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇതുമായി ഈ പദ്യത്തിൽ പറഞ്ഞ കാര്യവുമായി വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ആ പദ്യം ഇതാണ്: അത് നീ என்று അമ്മറൈകൾ ആർത്തിടവും തന്നെ എത് என்று தான் தேர்ந்து இரா அது நான் இது அன்று என்று எண்ணலூரன் இன்மையினால் என்றுം അതുവേ താനായി അമർവതാൽ. എന്താ അർത്ഥം? അത് നീ എന്ന് അമ്മറൈകൾ ആർത്തിടവും. മറൈകൾ വേദങ്ങൾ. വേദങ്ങൾ പെരുമ്പറയടിച്ച് പ്രഖ്യാപിക്കുന്നു. എന്താണ്? തത്വമസി, തത്വമസി, നീ അതാണ്, നീ അതാണ് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നു വേദങ്ങൾ. അത് നീ എന്ന്, കുഞ്ഞേ നീ അതാണ്, ആ ബ്രഹ്മമാണ് എന്ന് വേദങ്ങൾ ഘോഷിക്കുമ്പോൾ ഈ കേൾക്കുന്ന ജീവന്മാർ എന്താ വിചാരിക്കുന്നതെന്നറിയാമോ? വേദങ്ങൾ നമ്മെ സൂചിപ്പിക്കാൻ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള വാക്കല്ലേ ഉപയോഗിക്കുക. ആരും അങ്ങനെയാണല്ലോ. താനല്ലാതെ തൻ്റെ മുമ്പിലിരിക്കുന്ന രണ്ടാമനെ നീ അല്ലെങ്കിൽ നിങ്ങൾ, അതോ അല്ലെങ്കിൽ താങ്കൾ, ഇങ്ങനെയുള്ള പദങ്ങൾ കൊണ്ടല്ലേ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ വേദങ്ങൾ തത്വമസി ഉപദേശിക്കുമ്പോൾ, ഉദ്ഘോഷിക്കുമ്പോൾ തന്നെ എത് എന്ന് താൻ തേർന്നിരാതെ, ഈ കേൾക്കുന്ന ജീവൻ താൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ, വേണ്ടവണ്ണം ഗ്രഹിക്കാതെ നീ അതാണ്, നീ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യൻ എന്ത് വിചാരിക്കും? ഞാനെങ്ങനെ ബ്രഹ്മമാവും? ഞാൻ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഇനി എന്നാണോ ഇവിടുന്ന് മരിച്ചു പോകുന്നതെന്ന് അറിയാത്ത ഒരു വ്യക്തി എന്നല്ലേ വിചാരിക്കുക.
അപ്പോൾ തത്വമസി ഉപദേശം ശിഷ്യൻ വേണ്ടവണ്ണം ഉൾക്കൊള്ളില്ല. താൻ ആരാണെന്ന് വിചാരം ചെയ്ത് ആ മഹാവാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ സാധ്യമല്ല. തന്നെ എത് എന്ന് താൻ തേർന്നിരാ, അത് ഞാൻ ബ്രഹ്മമാണ് എന്ന് ആ ഉള്ളിൽ അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കാതെ ഈ തത്വമസി വാക്യത്തിന്റെ അർത്ഥം ശിഷ്യന് പിടികിട്ടുകയില്ല. പിടികിട്ടാത്തിടത്തോളം കാലം ആ ശിഷ്യന് ഒരിക്കലും അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥവും പിടികിട്ടില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ളതും പിടികിട്ടില്ല. എന്തുകൊണ്ട്? തത്വമസി മനസ്സിലായില്ല. തത്വമസി, നീ അതാണ് എന്നുള്ളതിലെ ത്വം പദത്തിന്റെ അർത്ഥം എന്ത്? നീ എന്നുള്ളത്. എന്തിനെയാണ് ഗുരു നീ എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചത്? അത് ബ്രഹ്മമാണ്. നീ അതാണ് എന്ന് പറയുമ്പോ നിന്റെ ഉള്ളിൽ ഞാൻ എന്ന് പ്രകാശിക്കുന്നത് ആ സത്യമാണ് എന്ന് പറഞ്ഞാൽ നീ ഇല്ല എന്നാണ്. അപ്പൊ അഹങ്കാരം നശിക്കുകയാണ് വേണ്ടത്. ഈ ഞാനിന് പ്രാധാന്യം കൽപ്പിക്കരുത് എന്നാണ് ഗുരു ഉപദേശിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിന്റെ അർത്ഥം ശിഷ്യൻ എങ്ങനെ മനസ്സിലാക്കും? അതാണ് താൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ അത് ഞാൻ ഇത് അன்று എന്ന്, ഞാൻ അതാണ് ഇതല്ല, അല്ലെങ്കിൽ ഇതാണ് അതല്ല. അപ്പൊ ചുരുക്കം അത് ഇത് എന്ന് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒന്ന് ഞാനും മറ്റേത് ഞാനല്ലാത്തതും, ദ്വൈതമാണ്. ഞാനും ഞാനല്ലാത്തതും എന്ന് പറഞ്ഞ് രണ്ടുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങ് അടുത്ത് ഹൃദയത്തിൽ എൻ്റെ ഉള്ളിൽ ഞാനെന്ന് പ്രകാശിക്കുന്ന ആ ഞാൻ, അത് വേറെ, ഞാനല്ലാത്തത് വേറെ. അതാണ് ദ്വൈതം. അല്ലാതെ ഈ മാധ്വാചാര്യരുടെ മതമല്ല ദ്വൈതം. മാധ്വാചാര്യർ പറയുന്നത് എന്താ? ബ്രഹ്മം വേറെ, ജഗത്ത് വേറെ. നിങ്ങൾ രണ്ടും ഒന്നാണെന്ന് പറയരുത്. അദ്വൈതികൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. രണ്ടും വേറെയാണ്. പ്രപഞ്ചം ജനിച്ചു മരിക്കുന്നത്, ബ്രഹ്മം ജനിക്കാത്തതും മരിക്കാത്തതും എന്നും നിലനിൽക്കുന്നതും, ഇത് തമ്മിൽ എങ്ങനെ ഒന്നാവും? ഇവ രണ്ടും എങ്ങനെ ഒന്നാവും? രണ്ടും രണ്ടാണ്. കൂട്ടിക്കോളും. ബ്രഹ്മം ബ്രഹ്മമായിരിക്കുന്നു, പ്രപഞ്ചം പ്രപഞ്ചമായിരിക്കുന്നു. നിങ്ങളുടെ അദ്വൈതം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇതാണ് ദ്വൈതം. ജഗത്ത് വേറെ, ഈശ്വരൻ വേറെ, അല്ലെങ്കിൽ ജഗത്ത് വേറെ, ബ്രഹ്മം വേറെ എന്നുള്ളതാണ് ദ്വൈതം. ശരിക്കുള്ള ദ്വൈതം അതല്ല. ഞാനും ഞാനല്ലാത്തത് ഇവിടെ ഉണ്ടെന്ന് കരുതിയാൽ ദ്വൈതി, എല്ലാം ഞാനാണെന്ന് കരുതിയാൽ അദ്വൈതി. ഞാനുമില്ല ജഗത്തുമില്ല എന്ന് മനസ്സിലാക്കിയാലും അദ്വൈതി. ഒന്നുകിൽ ഞാനുണ്ടെങ്കിൽ കാണുന്നതാകിൽ അഖിലം ഞാനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഉള്ളിൽ ഞാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള ഭാവം ഉദിക്കാതെ ഇരിക്കണം. ഇനി അഥവാ അങ്ങനെ ഒരു ചിന്ത വന്നാൽ തോന്നുന്നതാകിൽ അഖിലം ഞാനെന്നുറയ്ക്കും അളവ്, എല്ലാം ഞാൻ തന്നെ, അപ്പോഴും അദ്വൈതമല്ലേ? എല്ലാം ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ എത്രയുണ്ട്? ഞാൻ മാത്രം ഒന്ന്. ആ ഞാൻ പലതല്ലല്ലോ, ഞങ്ങളെന്നല്ലല്ലോ പറഞ്ഞത്, ഞാനെന്നല്ലേ. തോന്നുന്നതാകിൽ അഖിലം ഞങ്ങളെന്നുറയ്ക്കും അളവ് എന്നല്ല പറഞ്ഞത്, ഞാനെന്നുറയ്ക്കും അളവ്. അപ്പൊ അവിടെ ഏകവചനമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആര്? എഴുത്തച്ഛൻ. അതുകൊണ്ട് അദ്വൈതമാണ് സത്യം. ഞാനും ഞാനല്ലാത്തതും ഇവിടെ ഉണ്ടാവരുത്. പക്ഷെ ഈ അഹങ്കാരം ഉള്ളിടത്തോളം കാലം ഞാനും ഞാനല്ലാത്തതും ഉണ്ടാവും. നമ്മൾ ദ്വൈത തലത്തിലായിരിക്കും. അതാണ് ഞാൻ, അത് ഞാൻ, അല്ലെങ്കിൽ ഇത് ഞാൻ അതല്ല, അല്ലെങ്കിൽ അത് ഞാൻ ഇത് ഞാനല്ല. ഈ ഞാനും ഞാനല്ലാത്തതും വരാതെ ഇരുന്നാൽ അതാണ് ആത്മസ്ഥിതി, അതാണ് ആത്മജ്ഞാനം. അത് ഞാൻ ഇത് അன்று എന്ന്, അത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ്, മറ്റുള്ളതൊക്കെ എന്നിൽ നിന്ന് അന്യമാണ്. പോയില്ലേ? ഒക്കെ ബ്രഹ്മമാണെന്ന് സാക്ഷാത്കരിക്കുന്നതിന് പകരം ഞാൻ ബ്രഹ്മമാണ്, ഈ ജഗത്തും ജഗത്തിലെ പദാർത്ഥങ്ങളും ബ്രഹ്മമല്ല, ദ്വൈതം വന്നു. അപ്പൊ അങ്ങനെ ഒരു വിഭേദ ദൃഷ്ടി ഉണ്ടാവരുത്. അത് ഞാൻ ഇത് അன்று എന്ന് എണ്ണൽ എന്ന് വിചാരിക്കുന്നത്, അത് ഞാൻ ഇത് അன்று എന്ന് എണ്ണലുരൻ ഇന്മയിനാൽ, ഉരനിന്മയിനാൽ മനസ്സിന് ബലമില്ലാത്തത് കൊണ്ടാണ് ഭേദചിന്ത ഉണ്ടാവുന്നതെന്ന്. ഉറപ്പുള്ളവരുണ്ടല്ലോ, മനസ്സ് സ്ഥിരമായവർ, മനസ്സിൽ നിന്ന് ആ ദ്വൈതമൊക്കെ എടുത്തു കളഞ്ഞവർ, അതൊരു വലിയ ശക്തിയാണ്, മനസ്സിന്റെ ബലമാണ്. അവർ ഞാനും ഞാനല്ലാത്തതും എന്നുള്ള ഭേദം കൽപ്പിക്കില്ല. അങ്ങനെ കൽപ്പിക്കുന്നവർ മനോബലമില്ലാത്തവരാണ് എന്നും അതുവേ താനായ അമർവതാൽ എന്നും ആ ഒരൊറ്റ സത്യം തന്നെയാണ് എല്ലായിടത്തും ഞാൻ എന്ന രൂപം കൈക്കൊണ്ടിട്ടുള്ളത്.
അത് മാത്രമേ ഞാനായിട്ട് പ്രകടമാകാൻ പറ്റൂ. അതല്ലാത്ത ഒന്നിന് ഞാനായി ആകാൻ പറ്റില്ല. എന്തുകൊണ്ട്? ബോധത്തിന്റെ പ്രകടന വിശേഷമാണ് അഹങ്കാരം, ഞാൻ എന്ന വ്യക്തിത്വം. ജഡത്തിന് എന്ത് പ്രകടന വിശേഷം? ഈ ജഡം പോലും ബോധത്തിന്റെ മുമ്പിലല്ലേ ഉള്ളതായി തീരുന്നത്. കല്ലും മണ്ണും ഒക്കെ അവ സ്വയം ഞാൻ കല്ലാണ് മണ്ണാണ് എന്നൊന്നും പറയുന്നില്ലല്ലോ. നമ്മളാണ് അതിനെ കല്ല് മണ്ണ് എന്നൊക്കെ പറയുന്നത്. അവയൊക്കെ അചേതനങ്ങളാണ്, ജഡങ്ങളാണ്. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഞാനുണ്ട് എന്ന് വ്യക്തമായി അനുഭവിക്കുന്ന ഉള്ളിൽ, അത് ഞാനും ഞാനില്ല അല്ലാത്തതുമായി പോകുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവ മണ്ഡലത്തിൽപ്പെട്ടതൊന്നും ഞാനല്ല, ഞാൻ വേറെ. അപ്പൊ ഞാനും ഞാനല്ലാത്തത്. ആ ഭേദചിന്ത മനസ്സിന്റെ ദൗർബല്യമാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നാണ്. അർജുനൻ എന്താ പറ്റിയത്? ഞാൻ അർജുനൻ, എന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോ ഒക്കെ ബന്ധുക്കൾ, ആചാര്യന്മാർ, പിതാമഹൻ. ഞാൻ ഇവരെ എങ്ങനെ കൊല്ലും? ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണല്ലോ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ ഉണ്ടായത്. ഹൃദയ ദൗർബല്യമാണ്. ചിരിച്ചുകൊണ്ടാണ് കൃഷ്ണൻ അതിന് മറുപടി പറയുന്നത്. ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് മറുപടി പറയുന്നത്. പ്രഹസന്നിവ ഭാരത. പരിഹസിച്ചില്ല, പക്ഷെ ഒരു പരിഹാസ ധ്വനിയോടുകൂടിയാണ് കൃഷ്ണൻ അർജുനനെ അഭിസംബോധന ചെയ്ത് തുടങ്ങുന്നത്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അർജുന, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ അല്ലല്ലോ വിചാരിച്ചത്. നീ നല്ല മനസ്സിന് സ്ഥിരതയുള്ളവൻ, വില്ലാളി വീരൻ, ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും ഒരുപോലെ അസ്ത്രങ്ങൾ ചെയ്യാൻ കഴിവുള്ള എന്നാണല്ലോ ഞാൻ കരുതിയത്. ഇതിപ്പോ പെണ്ണുങ്ങളെക്കാളും കഷ്ടമായി പോയല്ലോ, സ്ത്രീകളെക്കാളും മോശമായി പോയല്ലോ. കരഞ്ഞ് തൂങ്ങി തളർന്ന് ഒടിഞ്ഞ് തേർത്തട്ടിലിരിപ്പായി. ഒരു പുരുഷന് ചേർന്നതാണോ? കുതസ്ത്വാ കശ്മലമിതം. എവിടെ നിന്ന് വന്നു ഒരു ക്ഷത്രിയന് ചേരാത്ത ഈ സ്വഭാവം? വിഷമേ സമുപസ്ഥിതം. ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ നീ തളർന്നു വീണുവല്ലോ. എന്താ പറഞ്ഞത്? കൃഷ്ണ, എനിക്ക് ഗാണ്ഡീവം എടുത്ത് പൊക്കാനുള്ള ശക്തി പോലും ഇല്ലാതെ ആ ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകുന്നു എന്നാണ്. തൊണ്ട വരളുന്നു, തല ചുറ്റുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ശരീരമാകെ ചുട്ടുനീറുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം. ആര്യന്മാർ, ശ്രേഷ്ഠന്മാർക്ക്, നിന്നെ പോലെയുള്ള ഒരു ക്ഷത്രിയ വീരന് ഒരിക്കലും ചേർന്നതല്ല ഈ സ്വഭാവം. യുദ്ധക്കളത്തിൽ വന്ന് കുഴഞ്ഞു വീഴുകയാണ്. ഒരു ഇന്ത്യൻ ഭടൻ ആണ് ഇത് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അയാളെ പിന്നെ ആർമിയിൽ വെച്ചോണ്ടിരിക്കും. ശത്രുക്കളെ കാണുമ്പം മുട്ടുപറിക്കും. വെടിവെച്ച കേട്ടാൽ ബോധം കെട്ട് വീഴും. താൻ പോയി വേറെ വല്ല പണിക്കുമ്പോ തന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ കൊള്ളില്ല. അനാര്യജുഷ്ടം. ആര്യന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക്, വിശേഷിച്ചും നിന്നെ പോലെയുള്ള ഒരു ക്ഷത്രിയ യോദ്ധാവിന് ഒരിക്കലും ചേർന്നതല്ല അർജുന ഈ സ്വഭാവം. അസ്വർഗ്യം. ഇത് നിനക്ക് ഒരിക്കലും സ്വർഗത്തെ നേടിത്തരില്ല. അകീർത്തികരം അർജുന. നിന്നെക്കുറിച്ച് ആൾക്കാർ എന്തൊക്കെ ഇനി പറഞ്ഞു പരത്തുമെന്നറിയാമോ? വലിയ വീരനാണ് പോലും അർജുനൻ, അസ്ത്രശസ്ത്രങ്ങളിൽ ഒന്നാമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ കുരുക്ഷേത്ര ഭൂമിയില് വെറും പേടിത്തൊണ്ടനെ പോലെ തളർന്നു വീഴുകയാണല്ലോ ചെയ്തത് എന്ന് ഇത്രയും നാൾ നിന്നെ പ്രശംസിച്ചിരുന്ന അതേ ആളുകൾ നിന്നെ നിന്ദിക്കുകയില്ലേ? അത് നിനക്ക് അകീർത്തി ഉണ്ടാക്കില്ലേ, അപകീർത്തി ഉണ്ടാക്കില്ലേ എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ ഒരു പരിഹാസത്തോടു കൂടിയാണ് ചോദിക്കുന്നത് കൃഷ്ണൻ. ഇതിന്റെ ആവശ്യമുണ്ടോ അർജുന നിനക്ക്? ഇത് നിനക്ക് ചേർന്നതാണോ? എന്ത് പറ്റി? നിനക്ക് എന്താ പറ്റിയത്? അങ്ങനെ അവസാനം ആണല്ലോ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എൻ്റെ തേരാളി എന്നുള്ള ഭാവത്തെയും ഞാൻ വിട്ടു, എൻ്റെ അളിയൻ എന്നുള്ള ഭാവത്തെയും വിട്ടു. ഭാര്യയുടെ സഹോദരനാണല്ലോ, കൃഷ്ണന്റെ സഹോദരിയെയാണല്ലോ അർജുനൻ കല്യാണം കഴിച്ചത്. അപ്പോ ഭാര്യ സഹോദരനെയാണ് ഡ്രൈവറാക്കി വെച്ചത്. വേറെ ഏതെങ്കിലും അളിയൻ സമ്മതിക്കുമോ ഡ്രൈവറാക്കാൻ? ഈ മനസ്സിന്റെ ദൗർബല്യത്തെ ഇല്ലാതെയാക്കണം. എണ്ണലുരൻ ഇന്മയിനാൽ என்றுം അതുവേ താനായ അമർവതാൽ എന്നും ആ സത്യം തന്നെയാണ് ഓരോ ജീവന്റെ ഉള്ളിൽ ഞാൻ എന്ന രീതിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ. അത് ഞാൻ എന്ന് പ്രകടമാവുന്നു. അത് ആത്മപ്രകടനമാണെന്ന് കണ്ടാൽ മോക്ഷം, അവിടെ ഞാനിന് പ്രാധാന്യം കൊടുത്താൽ ബന്ധം. ഇത്രയേ ഉള്ളൂ. ഈ ഞാനിനെ കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എന്ത്? ഒറ്റ ചോദ്യം. ഇത് ആത്മഭിന്നമായ ഒന്നാണോ? പരമാത്മാവിൽ നിന്ന് വേറിട്ട ഒന്നാണോ? ഒന്നാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ഈ ലോകബന്ധങ്ങളിൽ കുടുങ്ങും, ദുഃഖിക്കും. ഇത് ആത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത് എന്ന് വിചാരം ചെയ്തങ്ങ് തീരുമാനിച്ചാൽ മുക്തനുമാവും.
അതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ജീവനാകുന്ന അറിവിനെ അറിയിക്കുന്ന അറിവാണ് ശിവം എന്ന് സിദ്ധാന്തപക്ഷമായ ആഗമങ്ങൾ ഘോഷിക്കുന്നു. ജീവനെപ്പോലും ഉണ്ട്, ഞാൻ ജീവനാണ് എന്ന് അറിയിച്ചു തരുന്നത്, അതാണ് അറിവിൻ്റെ അറിവ്. അറിവുക്കറിവെന്നും എന്ന് പറഞ്ഞല്ലോ. അറിവിൻ്റെ അറിവ് എന്നതുകൊണ്ട് ജീവബോധത്തിന് തന്നെ കാരണമായ അറിവാണ് ഈ ആത്മാവ്. അതിനെ തന്നെയാണ് ശിവം എന്ന് ആഗമങ്ങൾ, ശൈവാഗമങ്ങൾ ഘോഷിക്കുന്നു. എന്നാൽ അറിയുന്ന അറിവും അറിയിക്കുന്ന അറിവുമായ ജീവാത്മ പരമാത്മാക്കൾ രണ്ടും അഭേദമായ ശുദ്ധ അറിവ് തന്നെയെന്ന് വേദാന്തപക്ഷമായ ആരണങ്ങൾ അഭിപ്രായപ്പെടുന്നു. ആരണങ്ങൾ നല്ല ആരണ്യകങ്ങൾ, തമിഴില് ആരണകം, ആരണം എന്നേ പറയത്തുള്ളൂ. ആ തമിഴ് വ്യാഖ്യാനത്തെ പിന്തുടർന്ന് എഴുതിയതായതുകൊണ്ടാണ് ആരണങ്ങൾ. ആരണ്യകങ്ങൾ എന്നാണ്. അരണ്യത്തിൽ ഉണ്ടായത് ആരണ്യകം, കാട്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഈ ഋഷികളൊക്കെ കാട്ടിലാണല്ലോ മിക്കവാറും. വനാന്തർഭാഗത്ത് പർണകുടീരമൊക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അരണ്യത്തിൽ സംഭവിച്ചത് ആരണ്യകം. അരണ്യത്തിൽ വെച്ച് തന്നെ ഉപദേശിക്കപ്പെടേണ്ടത് എന്നുള്ള അർത്ഥം കൊണ്ടും ആരണ്യകം എന്നുള്ള പദം യോജിക്കും. കാട്ടിലാണ് ഈ ആത്മവിദ്യ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇന്ന് കാടില്ലാത്തത് കൊണ്ട് നമ്മൾ നാട്ടിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. കാരണം ഈ ലൗകിക ജീവിതത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി വിജനമായ വനാന്തർഭാഗത്ത്, പ്രകൃതി രമണീയമായ സ്ഥലത്ത്, മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാത്ത, ഈശ്വരനുമായി മനസ്സ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ വേണം ഈ ആത്മതത്വം പറയാനും കേൾക്കാനും. ഇന്ന് അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പരമാവധി എവിടെ പോകാൻ, ഗാന്ധി പാർക്കിൽ പോവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂജപ്പര പാർക്ക്. അവിടെയൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. കാരണം മനുഷ്യർ ഈ ടി വിയും ഇൻ്റർനെറ്റും ഒക്കെ കൊണ്ട് ബോറടിച്ചു എന്നാണ്. ഇപ്പം ആൾക്കാരൊക്കെ പാർക്കിൽ വന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇടയ്ക്ക് കുറേ കാലത്തേക്ക് ഒരു കുഞ്ഞിനെ അവിടെ കാണത്തില്ല. ഇനി ആരൊക്കെ വന്നാലും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ ട്യൂഷൻ സമയമാണ് വൈകുന്നേരം. അത് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലോ പടത്തിലോ ഒക്കെ കാണത്തുള്ളൂ. പുറം ലോകത്തെ കാണിക്കാതെ അല്ലേ ഈ പഠിത്തത്തിന് വേണ്ടി നമ്മൾ കുട്ടികളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടാക്കുന്നത്. എന്തോ മഹാപാപം ചെയ്ത ജന്മങ്ങളാണ്, സംശയമേ വേണ്ട. ആ കാര്യത്തിൽ സംശയമേ വേണ്ട. ഏതോ മഹാപാപം ചെയ്ത ജീവന്മാരാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളായി ജനിച്ച് സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ട്യൂഷൻ സെൻ്ററിലേക്ക് പോകും. ഇടയ്ക്ക് വല്ല ആഹാരം എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. അത് ട്യൂഷൻ സെൻ്ററിൽ ചെന്ന് ബോധം കെട്ട് വീഴാതിരിക്കണമല്ലോ, അതിനു വേണ്ടി മാത്രം. കുട്ടിയുടെ നന്മ ഉദ്ദേശിച്ചൊന്നുമില്ല. കുട്ടിയുടെ നന്മ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ട്യൂഷൻ സെൻ്ററിൽ കൊണ്ടാക്കില്ലായിരുന്നു. രാവിലെ തുടങ്ങിയാണെന്നേ ഈ കുട്ടികളുടെ ദിനചര്യ. അതിരാവിലെ അസൈൻമെൻറ്റ്, മറ്റേത് മറിച്ചത്, വണ്ടി വരും, ഒരു വെപ്രാളം, പിന്നെ മറ്റേ സോക്സ്, ടൈ, ഷൂ, ബാഗ്, എല്ലാറ്റിനും ഒരു 15-16 വയസ്സാകുമ്പോൾ ബാക്ക് പെയിൻ വരും. ഒക്കെ നട്ടെല്ലിന് പ്രശ്നം ഉണ്ടാകും, ഡിസ്ക് തേയ്മാനം ഉണ്ടാവും, സംശയിക്കേ വേണ്ട. ഒക്കെ തൊഴിലാളികളായിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. കൊച്ചിലേ തന്നെ ഇതായിരിക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. കൊച്ചിലേ തന്നെ കുട്ടികളെ കൊണ്ട് ചുമടെടുപ്പിക്കുന്നത് എങ്ങനെ? ഭാവിയിൽ ജോലി കിട്ടില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് അറിയാമായിരിക്കും. എന്നാൽ ഇവൻ ചുമടെടുത്തെങ്കിലും ജീവിക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്കൂബിയുടെ തോളത്ത് വെച്ച് കൊടുക്കുന്നത്, അതിനകത്ത് എടുത്താൽ പൊങ്ങാത്ത പുസ്തകങ്ങളും. എന്നാൽ ഈ വിദ്യാഭ്യാസത്തിനൊരു നിലവാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ലെന്നേ. എന്തൊക്കെയോ പഠിപ്പിച്ചു വിടുന്നു അവര്, അതും ഇതുമൊക്കെ. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയില്ല. ആ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ ജീവനെ അറിയിക്കുന്ന അറിവും, അറിയുന്ന അറിവ് ജീവൻ, അതിനെ അറിയിച്ചു തരുന്നത് ആത്മാവ്. ഈ രണ്ടറിവും, അതായത് ജീവാത്മ പരമാത്മാക്കൾ രണ്ടും അഭേദമായ ശുദ്ധ അറിവ് തന്നെ. ശുദ്ധ അറിവിൽ ജീവനുമില്ല ബ്രഹ്മവുമില്ല. എല്ലാ ദ്വൈതങ്ങൾക്കും അപ്പുറത്തുള്ള അറിവിനെയാണ് ശുദ്ധമായ അറിവ് എന്ന് പറയുന്നത്. ശുദ്ധമായ അറിവ്, ശുദ്ധ അറിവ് തന്നെയെന്ന് വേദാന്തപക്ഷമായ ആരണ്യകങ്ങൾ അഭിപ്രായപ്പെടുന്നു. ജീവബോധം പാടെ മറിഞ്ഞ് ശിവത്തെ പിരിയാതെ നിൽക്കുന്ന നില, ജീവത്വം പോയി ബ്രഹ്മത്വം മാത്രമായി നിൽക്കുന്ന നില എന്നീ രണ്ട് നിലയും ഒന്നുപോലെ തന്നെ ഒട്ടും ഭേദമില്ലെന്ന് കാണണം. ശൈവ സിദ്ധാന്തം എന്താ പറയുന്നത്? ജീവബോധം പാടെ മറിഞ്ഞ് ശിവതത്വമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ്. ശിവത്തെ പിരിയാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവമായി തീരുന്നു. വേദാന്തികൾ എന്താ പറയുന്നത്? ജീവത്വം പോയി ബ്രഹ്മത്വം മാത്രമായി നിൽക്കുന്നു. ഒന്ന് തന്നെയല്ലേ? രണ്ട് പേര് പറയുന്നു. അവര് ശിവം എന്ന് പറയുമ്പോൾ ഇവര് ബ്രഹ്മം എന്ന് പറയുന്നു. അതല്ലേ ഉള്ളൂ വ്യത്യാസം. രണ്ടിടത്തും രണ്ട് എന്നുള്ള ഭാവം ഇല്ലല്ലോ. എന്നീ രണ്ട് നിലയും ഒന്നുപോലെ തന്നെ ഒട്ടും ഭേദമില്ലെന്ന് കാണാം. ശിവമയമായി തീർന്ന സുഹൃതികൾക്ക് ഈ മുക്തിനിലയിൽ
ആരണപക്ഷവും ആഗമപക്ഷവും എന്ന് പറഞ്ഞാൽ വേദാന്തത്തിന്റെ സിദ്ധാന്തവും ശൈവാഗമങ്ങളുടെ സിദ്ധാന്തവും അഭേദപ്പെടുന്നു, വ്യത്യാസമില്ലാതായിത്തീരുന്നു. പ്രസ്തുത രണ്ടു പക്ഷക്കാർക്കും ഒടുവിൽ സിദ്ധിക്കുന്ന മുക്തിനില അതുല്യമാണെന്ന് താത്പര്യം. ഒരേ സത്യത്തെ തന്നെയാണ് രണ്ടുപേരും സാക്ഷാത്കരിക്കുന്നത്. പറയുമ്പോ രണ്ടായിട്ട് പറയുന്നു, അത്രയോ. അനുഭവത്തില് വ്യത്യാസമില്ല. ഇരുളല്ലാതെ രണ്ടു പക്ഷങ്ങളിലും അനുഭവമില്ലാതെ കേവലം വാചകജ്ഞാനികളായിരുന്നാൽ വാക്കിൽ മാത്രമാണ് ജ്ഞാനികൾ. നല്ലപോലെ സംസാരിക്കും, ഉദ്ധരിക്കും ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്. അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നെ പോലെ നിങ്ങൾ എന്നെ മാതൃകയാക്കണ്ട. നിങ്ങൾ ആരെങ്കിലും എണീറ്റ് എന്നോട് ചോദിച്ചോ അങ്ങ് സാക്ഷാത്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ ഇല്ല. പിന്നെ തനിക്ക് പറയാൻ എന്ത് അവകാശം? അവകാശം ഇല്ല തന്നെ, ഒരർത്ഥത്തിൽ ഇല്ല. പറഞ്ഞു വല്ലതും കിട്ടുമോ, സാക്ഷാത്കരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ളത് ഒരു ഉദ്ദേശം. രണ്ടാമത്, ഇങ്ങനെ ഞാനിത് ആവർത്തിച്ച് പറയുമ്പോൾ ഈ 1.25 മണിക്കൂർ എനിക്ക് വേറെ ചിന്തയില്ല. ഈ ഒരൊറ്റ കേന്ദ്രീകൃതമായ ആശയത്തിൽ മാത്രമാണ് എൻ്റെ ചിന്ത വ്യാപരിക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി ഈ ആത്മാവ് ബ്രഹ്മം എന്നുള്ള മരക്കുറ്റിക്ക് ചുറ്റുമാണ് എൻ്റെ ചിന്തകൾ കിടന്ന് കറങ്ങുന്നത്. ഒരു കണക്കില് വിക്ഷേപമില്ലായ്മയാണ്. മനസ്സ് പലതിനെ ചിന്തിച്ച് വിക്ഷേപാവസ്ഥയെ പ്രാപിക്കുന്നില്ലല്ലോ. ഇങ്ങനെ കേവലം വാചകജ്ഞാനികളായിരുന്നാൽ ഹരിയോ ബ്രഹ്മാവോ ആരായിരുന്നാലും അവർക്കും നിശ്ചലത്വം കൈവരികയില്ലെന്ന് മാത്രമല്ല, അവരുടെ ക്ഷമയെ പരീക്ഷിക്കും എന്നാണല്ലോ പറഞ്ഞത്. അലയിക്കും, അവരെ അലയിക്കും എന്നാണ്. അലയിക്കുക എന്ന് പറഞ്ഞാൽ വട്ടം കറക്കും, അവരുടെ സ്വസ്ഥത പോലും നശിപ്പിക്കും. ഏത്? അറിവില്ലാതെ ഉപദേശിക്കപ്പെടുന്ന മഹാവാക്യങ്ങൾ. തത്വമസി ആയാലും അഹം ബ്രഹ്മാസ്മി ആയാലും അവർക്കും നിശ്ചലത കൈവരികയില്ലെന്ന് മാത്രമല്ല, സദാ അവർ അലച്ചിലിൽപ്പെട്ട് കുഴയുകയേ ഉള്ളൂ എന്നും മനസ്സിലാക്കണം. ഹരിയുടെയും ബ്രഹ്മാവിൻ്റെയും പോലും സ്ഥിതി ഇതാണ്. ഉള്ളിൽ അദ്വൈതം ഉറച്ചില്ലെങ്കിൽ ഏത് കെങ്കേമനോ ആയിക്കൊള്ളട്ടെ, എത്ര ഉന്നതമായ നിലയിൽ വേണമെങ്കിലും അയാൾ ജീവിച്ചോട്ടെ, മനസ്സിന് ശാന്തി ഉണ്ടാവില്ല, സ്വസ്ഥതയുണ്ടാവില്ല, ജീവിത ധന്യതയുണ്ടാവില്ല, സാഫല്യമുണ്ടാവില്ല, പൂർണ്ണതയുണ്ടാവില്ല, ദുഃഖമോചനം സാധ്യമാവുകയില്ല. എന്തെന്നാൽ അനുഭവജ്ഞാനമാണ് മുഖ്യമെന്നും ആ അനുഭവത്തിനായി വേണം മുമുക്ഷു സദാ പ്രയത്നിക്കേണ്ടതെന്നും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. നീ അത് എന്നത് ആഗമപക്ഷവും അത് ഞാൻ എന്നത് ആരണപക്ഷവുമാണല്ലോ. അതായത് തത്വമസി ആഗമപക്ഷവും ശൈവാഗമങ്ങളിൽ നീ അതാണ്, നീ ശിവതത്വമാണ്. വേദാന്തികളും അത് പറയാറുണ്ട്. അതിനെ ആഗമപക്ഷമെന്നും അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ആരണ്യക പക്ഷവുമാണ് എന്നാണ് പറയുന്നത്. സംശയ വിപരീതങ്ങൾ അശേഷമില്ലാത്ത ബ്രഹ്മാനുഭവ സിദ്ധിയാണ് ഒരു മുമുക്ഷുവിന്റെ പ്രാപ്യസ്ഥാനം. അവിടെ സംശയമില്ല. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ. സകല സംശയങ്ങളും ആ അനുഭവത്തിൽ തേഞ്ഞുമാഞ്ഞില്ലാതെയാവും. ഹൃദയഗ്രന്ഥി പൊട്ടും. ഞാൻ എൻ്റെ എന്നുള്ള വിചാരം പൂർണ്ണമായി ഉള്ളിൽ നിന്നകലും. അതാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ മുക്തിലാഭം കൊണ്ട് കൃതകൃത്യനാകുന്നതുമാണ്. രണ്ടിൻ്റെ അനുഭവമില്ല. അദ്വൈതം, അത് ആനന്ദ സ്വരൂപമാണ്. ഇനി അയാൾക്ക് എന്താ കുറവ്? വിട്ടുമാറാത്ത നിരന്തരമായ അനുസ്യൂതമായ സുഖാനുഭവം. ഇത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം കൊണ്ട് ഒരാൾ നേടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ആർക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. പൂർണ്ണമായ തൃപ്തി, ധന്യത, സുഖം ഉള്ളിൽ അനുഭവിക്കുന്നു. കിമിച്ഛൻ കസ്യകാമായ ശരീരം അനുസംജ്വരേ. എന്താഗ്രഹിച്ചിട്ട് ആരെ തൃപ്തിപ്പെടുത്താൻ, ആർക്ക് സന്തോഷമുണ്ടാക്കാൻ ജ്ഞാനി എന്തെങ്കിലും ചെയ്യണം? അയാൾക്ക് കർമ്മത്തിന്റെ ആവശ്യകത തന്നെ ഇല്ല എന്നാണ്. ഒരു കർമ്മത്തിൻ്റെയും ആവശ്യകതയില്ല, സത്കർമ്മങ്ങളുടെ പോലും ആവശ്യകതയില്ല. അങ്ങനെ രണ്ടാമത്തെ അധ്യായം ശക്തി നിവാദത്ത് ഉത്തമർ ഒഴിവ് എന്ന് പറയുന്ന 2-ാം അധ്യായം അവിടെ അവസാനിച്ചു. ഇനി 3-ാമത്തെ അധ്യായമാണ് യോഗക്കഴറ്റി എന്നാണ് പറയുന്നത്. യോഗക്കഴറ്റി എന്ന് പറഞ്ഞാൽ യോഗമാർഗത്തെയും കടന്നു പോവുക എന്നാണ്. കഴറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഷട്ട കഴറ്റ് എന്ന് പറഞ്ഞാൽ ഊരിയിടുക എന്നാണ്, ഉടുപ്പൂരിയിടുക എന്നാണ്. യോഗമാർഗത്തിനും അപ്പുറം പോകണം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗമുണ്ടല്ലോ, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഈ 8 അംഗങ്ങളോടുകൂടിയ പാതഞ്ജല യോഗം, അതിനെയും ഊരിക്കളഞ്ഞിട്ട് പോടോ, അതിൻ്റെ മോളിൽ പോടോ എന്നാണ്. അതിൽ ആദ്യത്തെ പദ്യം ഇതാണ്: ശരിയൈ ക്രിയൈകളെ ശട്രാക്കി ശാഖാ കരുമയോഗത്തെ കഴറ്റ അരിത്
അവർക്ക് തോன்றிയത് പൊയ്യാതെ കാൺകയിലേ തോன்றாத ഊൻറിയ ബോധം കഴലുമോ. കഴലുമോ, കഴറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഊരുക, അഴിഞ്ഞു വീഴുക എന്നൊക്കെയാണ് അർത്ഥം. കഴണ്ടു പോച്ചു, ഊരിപ്പോയി. അതാണ് ഈ അധ്യായത്തിന് യോഗ കഴറ്റി എന്ന് പറഞ്ഞത്. യോഗം ഊരി വീഴുന്ന അവസ്ഥ. എങ്ങനെ ഊരി വീഴും? ഊരിക്കളയുകയല്ല. ഒരു മദ്യപാനിയുടെ ഉടുമുണ്ട് അയാൾ അറിയാതെ അഴിഞ്ഞ് താഴെ വീഴുന്നത് പോലെ. ഇങ്ങനെ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള സകല പ്രയത്നങ്ങളും നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് അഴിഞ്ഞു വീഴും. അഴിഞ്ഞു വീഴുമ്പോൾ മുക്തനാവുമെന്നർത്ഥം. എന്തെങ്കിലും ചെയ്യണം, ചെയ്ത് നേടിക്കളയാം എന്ന് വിചാരിക്കുന്നിടത്തോളം അത് അല്പം അകലത്തിലാണ് ആ സത്യം. ശരിയൈ ക്രിയകളെ ശത്രാക്കി. ചര്യ എന്നൊരു മാർഗം നമ്മൾ ശൈവ സിദ്ധാന്തത്തിൽ പറഞ്ഞല്ലോ. അതുപോലെ ക്രിയ, ചര്യ ക്രിയ. അതില് ക്രിയ എന്ന് പറയുന്നത് പൂജ തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ. ഒരു ബിംബമോ വിഗ്രഹമോ വെച്ച് ഭഗവാനെ പ്രേമപൂർവം പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തി. ഭക്തി ആചരിക്കുക. ചര്യ സത്കർമ്മങ്ങൾ. ഇത് രണ്ടിനെയും വിട്ടിട്ട്, ചര്യയെയും വിടണം, ക്രിയയെയും വിടണം. ഇത് രണ്ടിനെയും വിട്ടിട്ടാണ് യോഗത്തിലേക്ക് കടക്കുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? അവനവന്റെ ഉള്ളിലുള്ള മനസ്സിനെയും ബുദ്ധിയെയും മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന സാധനയാണ് യോഗം. അത് തികച്ചും മനോധിഷ്ഠിതം അല്ലെങ്കിൽ ബുദ്ധിയധിഷ്ഠിതം. വേറൊന്നിനെയും അയാൾ ആശ്രയിക്കുന്നില്ല. മനസ്സിനെ മെരുക്കിയെടുക്കുക, അതിനെയാണ് അയാൾ സാധനയായി ചെയ്യുന്നത്. ഈ യോഗമാർഗത്തിലേക്ക് പോകുമ്പോൾ, അതായത് മനസ്സ് ബുദ്ധി ഈ രണ്ട് തലത്തിനെ പ്രധാനമായി സാധനയ്ക്ക് വിനിയോഗിക്കുമ്പോൾ, ആദ്യം പറഞ്ഞ ചര്യാക്രിയ തുടങ്ങിയവ അപ്രധാനങ്ങളായി തീരും. അതിൻ്റെ പ്രാധാന്യം കുറയും. ചര്യാക്രിയകളെ നിഷ്പ്രയോജനം എന്നുപേക്ഷിച്ച് ഒന്ന് എപ്പോഴാണ് നമുക്ക് അപ്രധാനമാവുന്നതെന്ന് അറിയാമോ? അതിൽ നല്ല സാമർഥ്യം നേടി അതിൽ എക്സ്പെർട്ടായി കഴിഞ്ഞാൽ അതിനെ വിട്ടിട്ട് അടുത്ത പടിയിലേക്ക് പോകാം. 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടി 1-ാം ക്ലാസ്സിലുള്ള പാഠങ്ങൾ നല്ലപോലെ പഠിച്ച് ആ പാസ് മാർക്ക് വാങ്ങിച്ചത് കൊണ്ടാണല്ലോ അധ്യാപകൻ 2-ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. അവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി 1-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കില്ലേ? 1 വർഷമോ 2 വർഷമോ കൂടി. അപ്പോൾ നമ്മൾ ഒരു ഘട്ടത്തിൽ സമർത്ഥനായി ആ ഘട്ടത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് നല്ലതുപോലെ ആ അനുഭവം നേടിയാൽ നമുക്ക് തന്നെ തോന്നും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമുക്ക് തന്നെ തോന്നും. എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആ ഘട്ടത്തിൽ ഇനി ഒന്നിനെയും അറിയാനില്ല. അപ്പൊ ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ എന്തുണ്ട് എന്ന് അന്വേഷിക്കും. അങ്ങനെയാണ് ഒന്നിനെ ഉപേക്ഷിച്ച് മുകളിലേക്ക് പോകുന്നത്. ചര്യാക്രിയ ഇത് രണ്ടിനെയും നിഷ്പ്രയോജനം, അതിൽ നിന്ന് ഇനി തനിക്ക് കൂടുതലായിട്ടൊന്നും നേടാനില്ല എന്ന് വിചാരിച്ച് യോഗത്തിലേക്ക് പോകുന്നു എന്നാണ്. ഇവിടെ എന്താ പറയുന്നത്? ശാഖാ കർമ്മയോഗത്തെ കഴറ്റ. ശാഖാ കർമ്മയോഗം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഗീത പറയുന്ന കർമ്മയോഗമല്ല, യോഗമാർഗം. ശാഖാ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ യോഗ മാർഗത്തിലേക്ക് പോകുന്നവർക്ക് ആത്മജ്ഞാനം അല്ല പ്രധാന ഉദ്ദേശം. അവർക്ക് ദേഹാരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, അസുഖങ്ങളൊന്നുമില്ലാതെ നീണ്ട കാലം ജീവിക്കണം. ഈ ജീവിച്ചിട്ട് താൻ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊന്നും അറിയില്ല. വിശേഷിച്ചൊന്നും ചെയ്യാല്ല. ജീവിക്കുന്നിടത്തോളം ആരോഗ്യം വേണമല്ലോ. അതിന് ഈ പ്രാണായാമവും ആസനവും ഒക്കെ സഹായിക്കുമെങ്കിൽ അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യം അവർക്കില്ല. അവർ മരിക്കാതിരിക്കാൻ വേണ്ടി യോഗമാർഗത്തിൽ ചരിക്കുന്നവരാണ് എന്നാണ്. മരണത്തെ ഒഴിവാക്കാൻ ക്രിയായോഗത്തെ ആശ്രയിക്കുന്നവർ ദീർഘകാലം ജീവിക്കുക. കായകൽപ്പം എന്നൊക്കെ പറഞ്ഞ് മരുന്നുണ്ട് ആയുർവേദത്തിൽ. കായകൽപ്പം. ആ കായകൽപ്പമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നാൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മുടിയും താടിയും ഒക്കെ നരയ്ക്കും, ജരാനരകൾ ബാധിക്കും. പക്ഷേ ഈ കായകൽപ്പം അങ്ങോട്ട് സേവിച്ച് യൗവനം തിരിച്ചു വരും എന്നാണ് നമ്മുടെ ഈ MBBS MD ഒക്കെ പഠിച്ച ഏതെങ്കിലും ഡോക്ടർമാർ സമ്മതിക്കുമത്. വാർദ്ധക്യത്തിലെത്തിയ ഒരാൾ തിരിച്ച് യുവാവാകുമോ? ഇതെങ്ങനെ? ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്നല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആയുർവേദത്തിലുള്ളതാണ്. പക്ഷെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലൊക്കെ ജീവിച്ച് ചില പ്രത്യേകതരം മരുന്നുകളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞാൽ നരച്ച മുടി കറക്കും, തോലിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ നിവരും. യുവാവാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ 17-18 വയസ്സുകാരനെ പോലെ ആവുന്നല്ല. ആ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ മറിഞ്ഞ് നല്ല ആരോഗ്യവാനായി
കണ്ടാൽ അധികം പ്രായം തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാം. അതിലും ഈ ആസനം പ്രാണായാമമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ദീർഘകാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് ശാഖാ കർമ്മയോഗം. ഈ കർമ്മയോഗം ചെയ്യുന്നയാൾക്ക് ശരീരത്തിൽ അഭിമാനമുണ്ട്. അതുകൊണ്ടാണല്ലോ അതിനെ കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ അയാൾ ശ്രമിക്കുന്നത്. അയാൾക്ക് ആത്മജ്ഞാനത്തിൽ എന്താ താല്പര്യം? ഒന്നുമില്ല. നല്ലപോലെ ജീവിക്കണം, ആരോഗ്യത്തോടു കൂടെ ജീവിക്കണം. ഈ ജീവിച്ച് താൻ എന്താ ചെയ്യാൻ പോകുന്നത്? തനിക്കൊരു 100 വർഷം കൂടെ നീട്ടി കിട്ടി, എക്സ്റ്റൻഷൻ കിട്ടി. വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? പണ്ടത്തെ പോലെ തന്നെയല്ലേ ചാപ്പാടും ഉറക്കവും? അതിൽ നിന്ന് വിശേഷപ്പെട്ട എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ്. ഈ അജ്ഞാനിക്ക് ആയുസ് നീട്ടിക്കിട്ടിയാൽ ഒരൊറ്റ പ്രയോജനമേ ഉള്ളൂ. അവൻ കുറെ കൂടെ തിന്നു തീർക്കും, കുറെ കൂടെ ദുഃഖിക്കും. ഇതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടുന്നതുകൊണ്ട്. കുറെ കൂടെ തിന്നു പറ്റിക്കാം, കുറെ കൂടെ കുടിച്ചു പറ്റിക്കാം, കുറെ കൂടെ പെടയാം, ദുഃഖിക്കാം. അല്ലാതെ വേറെ എന്ത് പ്രയോജനം? ആനന്ദം അനുഭവിച്ചാണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഇത്രയും കാലത്തേക്കില്ല. ഇനിയിപ്പോ കുറച്ച് കൂടുതൽ വർഷം കൂടെ താമസിച്ചു എന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഇതൊക്കെ മനുഷ്യന് ദേഹത്തിലുള്ള അഭിമാനമാണ്. ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും നിലനിർത്തണം, ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണം, കുറച്ചുകൂടെ അനുഭവിക്കണം. യയാതിയുടെ കഥയൊക്കെ നമ്മൾ വായിച്ചില്ലേ? ആരെങ്കിലും സ്വന്തം മകന്റെ അടുത്ത് അയാളുടെ യൗവനം എനിക്ക് തരുമോ, എൻ്റെ വാർദ്ധക്യം നീ എടുക്കുമോ എന്ന് ചോദിക്കൂ? ഏതെങ്കിലും അച്ഛൻ ചോദിക്കൂ? ചോദിച്ചാൽ കൊടുക്കുന്ന മക്കളുണ്ടോ? യയാതിക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നു എന്ന്. അത് അദ്ദേഹത്തിന്റെ ഭാഗ്യമോ ദൗർഭാഗ്യമോ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ കമന്റൊന്നും പറയുന്നില്ല. ആരാ യൗവനം കൊടുത്തിട്ട് വാർദ്ധക്യം സ്വീകരിക്കുക? ഏത് പൊന്നോമന പുത്രൻ ചെയ്യും അല്ലെങ്കിൽ പുത്രി ചെയ്യും? ശരീരത്തിലുള്ള മമത അത് വെച്ചുകൊണ്ട് സുഖിക്കാം, ഇതാണ് വിചാരം. അപ്പോൾ ക്രിയായോഗത്തിലുള്ള അതിനെയാണ് ക്രിയായോഗം. ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി യോഗാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുക. ക്രമേണ ശരീരത്തിൽ മാത്രമാവും ശ്രദ്ധ. ഇതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തണം. ഇതിന് കായകൽപ്പം എവിടെ പോയാൽ കിട്ടും? ശരീരത്തിലുള്ള ചെറിയ ചെറിയ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ എന്തൊക്കെ ആസനങ്ങൾ ചെയ്യണം? ഇതൊക്കെ ദേഹബോധത്തിൽ അധിഷ്ഠിതമല്ലേ ഈ തരം വിചാരങ്ങൾ? ക്രമേണ ക്രിയായോഗത്തിൽ ആസക്തി ഉണ്ടാവും എന്നർത്ഥം. ആ ആസക്തിയെയും വിട്ടിട്ട്, ഇതിന്റെ അർത്ഥം ശരീരത്തെ രക്ഷിക്കണ്ടെന്നോ ശരീര പോഷണത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ടെന്നോ ഒന്നുമല്ല. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം സാധിക്കാൻ ഒരു മനുഷ്യന് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം 4 വിധ പുരുഷാർത്ഥങ്ങളാണ് നേടാനുള്ളത്. അതിൽ മോക്ഷം പരമപുരുഷാർത്ഥമാണ്. നമുക്കിവിടെ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ശരീരം വേണം, മോശം ചെയ്യാനും ശരീരം വേണം. അതായത് നമ്മൾ ഇരിക്കുന്ന നിലയിൽ നിന്നും മുകളിലേക്ക് ഉയരാൻ സത്കർമ്മങ്ങൾ, ധർമാചരണം, സദാചാരം ഇതൊക്കെ വേണം. അതിനൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ശരീര അവയവങ്ങളാണ് നമ്മെ സഹായിക്കുന്നത്. പക്ഷേ ഈ ശരീരത്തെ ഞാനെന്നോ അതെൻ്റേതെന്നോ ഒരിക്കലും കരുതരുത്. അതിൽ നമുക്ക് അങ്ങേയറ്റം നിർബന്ധം ഉണ്ടായിരിക്കണം. ഞാൻ ശരീരത്തെ പോഷിപ്പിക്കുന്നു, എല്ലാം ശരി തന്നെ, കുറച്ചു കാലം കൂടെ ആരോഗ്യമായി ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കാറോ സ്കൂട്ടറോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ സ്വന്തം ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക. കാറ് കഴുകി വൃത്തിയാക്കാറില്ലേ? ദിവസേന കുളിക്കൂ. ബ്രേക്ക്, ക്ലച്ച്, ഗിയർ, ടയറിലെ കാറ്റ്, പെട്രോള് ഇതെല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കില്ലേ? നോക്കും. അതുപോലെ കുറേ ശാരീരികമായ നിയന്ത്രണങ്ങൾ, മാനസികമായ നിയന്ത്രണങ്ങൾ, സദാചാര അനുഷ്ഠാനം, സദാചാര പോലീസല്ല, സദാചാര അനുഷ്ഠാനം, ഇതെല്ലാം നല്ലതാണ്. ഒരാൾ അയാളുടെ കാറിനെ പരമാവധി ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കുമ്പോൾ, പരിരക്ഷിക്കുമ്പോഴും അയാൾക്ക് ആ കാറ് താനാണ് എന്നൊരു വിചാരം ഇല്ല. പക്ഷേ അവിടെ ഒരു ദോഷമുണ്ട്, അത് തൻ്റേതാണ് എന്നുള്ള ഒരു വിചാരം. കാറ് താനല്ല, അതെല്ലാവർക്കും അറിയാം. ഞാൻ കാറിൽ സഞ്ചരിക്കുന്നു, പക്ഷെ കാർ എൻ്റേതാണ് എന്നുള്ള വിചാരം ഉണ്ടല്ലോ. ഈ ഞാനും എൻ്റേതും രണ്ടും ഒരുപോലെ ദോഷം ചെയ്യും. ഞാനും എൻ്റെയും, അഹന്തയും മമതയും. അപ്പോൾ ക്രിയായോഗത്തിൽ ഒരു ആസക്തി വരും. ആ ആസക്തിയെയും വിട്ടിട്ട് കഴറ്റ അരുത്. ക്രിയായോഗത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലുള്ള ആസക്തിയെ ഉപേക്ഷിക്കുക. ആസക്തിയെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിന് വേണ്ട പരിരക്ഷണങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ ഇത് എൻ്റേതാണ്, എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഞാൻ ഇതിനെ വിടില്ല എന്നല്ലേ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു വയസ്സായ ആൾ താമസിച്ചിരുന്നു. റെയിൽവേയിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്.
അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഏത് ആശുപത്രിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കോസ്മോയാണോ ഏതോ ഒരു ഹോസ്പിറ്റൽ ഇവിടുത്തെ. അപ്പോൾ പകല് ഇദ്ദേഹം ബൈസ്റ്റാൻഡറായിട്ട് അവിടെ കൂട്ടിരിപ്പുകാരനായിട്ട് അവിടെ ചെന്നിരിക്കും. അപ്പം അതിൻ്റെ അപ്പുറത്തെ ഒരു പയ്യനാണ്, ചെറുപ്പക്കാരൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയൊക്കെ കംപ്ലീറ്റ് നരച്ചു, മുടിയൊക്കെ നരച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് ആ പയ്യൻ ചോദിക്കുകയാണ്, അപ്പൂപ്പ ആ നരച്ച മുടിയിൽ കുറച്ച് എനിക്ക് തരുമോ എന്ന്. ആക്കിയതാണ്, ആ നരച്ച മുടിയിൽ കുറേ മുടി എനിക്ക് തരുമോ എന്ന്. അപ്പൂപ്പൻ പറഞ്ഞ മറുപടി എന്തെന്നോ, ഈ പറഞ്ഞ ആള് തന്നെ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന്. മോനെ, എനിക്ക് തരാൻ പറ്റില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ നിനക്കും ഇതുപോലെയുള്ള വെള്ളമുടി ധാരാളം ഉണ്ടാവും, തനിയേ കിട്ടും, ഞാൻ തരണ്ടെന്നാണ്. കാലം നിന്റെ മുടി നരപ്പിക്കും. നമ്മൾ പറയാറില്ലേ, പഴുത്ത ഇല കൊഴിയുമ്പം പച്ചല നോക്കി ചിരിക്കുമെന്ന് ഒരു ചൊല്ലില്ലേ. ഈ പച്ചലയും നാളെ പഴുക്കും, ഇതും കൊഴിയും, അപ്പോൾ മറ്റു പച്ചലകൾ ഇവനെ നോക്കിച്ചിരിക്കും. അതുകൊണ്ട് വൃദ്ധന്മാരെ പരിഹസിക്കരുത്, ആദരിക്കേണ്ട നിങ്ങൾ. വൃദ്ധന്മാരെ കൊഞ്ഞനം കുത്തുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ മഹാപാപത്തെ ക്ഷണിച്ചു വരുത്തലായിരിക്കും. നമുക്കും വയസ്സാവുമെന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ. ഇവ എന്ത് ഡിഗ്രി, എന്ത് PhD എടുത്തിട്ട് എന്ത് പ്രയോജനം? തനിക്ക് ഒരു ദിവസം വയ്യാതെയാവും, നടക്കാൻ പറ്റാതെയാവും, കമ്പിന്റെ സഹായം വേണ്ടി വരും, അല്ലെങ്കിൽ വടിയുടെ സഹായം വേണ്ടി വരും. ഇതൊന്നും ചിന്തിക്കാൻ ഉള്ള ബുദ്ധിയില്ലാത്ത ഒരുത്തൻ, അയാൾ എന്ത് വിദ്യാഭ്യാസം നേടിയിട്ട് എന്ത് പ്രയോജനം? നമ്മുടെ ഭാരതം ഇപ്പോൾ ഈ സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ, അവർക്കൊക്കെ വലിയ നികുതി ഇളവുകളും ക്യൂ ഒക്കെ, പ്രത്യേകം സീനിയർ സിറ്റിസൺസ് ക്യൂ, ഇതൊക്കെ ഭാരത സർക്കാർ തന്നെ നൽകിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട്? വൃദ്ധന്മാരെ ആദരിക്കാത്ത, അവർക്ക് വേണ്ടത്ര പരിഗണന നൽകാത്ത ഒരു സമൂഹം നന്നാവില്ല. അത് നാൾക്ക് നാൾ അധപ്പതിക്കും, അധപ്പതിച്ചേ പറ്റൂ. ഈ സദാചാരത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നത് ദീർഘായുസിനുള്ള ഒരു മാർഗമായിട്ടും അതിനെ പറയും. നിത്യം വൃദ്ധോപസേവി എന്നാണ്. സദാ ഒരു അവസരം കിട്ടിയാൽ വൃദ്ധന്മാരെ സേവിക്കൂ എന്നാണ്. എണീക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഒരു താങ്ങ് കൊടുക്കൂ. താങ്ങാനല്ല, കൈ കൊടുത്ത് താങ്ങാനാണ് നടക്കുന്നത് ഇപ്പോൾ ആൾക്കാർ. ഒന്ന് കൈ പിടിച്ച് ഉയർത്തുകയോ, ഒരു സാധനം താഴെ പോയാൽ അതെടുത്ത് കൊടുക്കുകയോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സഞ്ചിയിൽ ഭാരം കൊണ്ടുവരികയാണെങ്കിൽ ഇതാ എവിടെയാ, ഞാൻ വയ്ക്കാം, ഞാൻ അത് ചുമന്നുകൊണ്ട് വരാം. ഇങ്ങനെ നമ്മളെ കൊണ്ട് ആർക്കും ഛേദമില്ലാത്ത ഉപകാരങ്ങളുണ്ടല്ലോ. സമയവും സൗകര്യവും വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഈ വൃദ്ധന്മാരെ ഉപസേവിക്കുന്നത് കൊണ്ട് നമ്മുടെ ആയുസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഈ കായകൽപ്പവും ഒന്നും സേവിക്കേണ്ടെന്ന്. നിത്യം വൃദ്ധോപസേവി, വൃദ്ധനെ ഉപസേവിക്കുന്നവൻ. അപ്പൊ ഈ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗമാർഗത്തിലുള്ള ആസക്തിയെ വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ശരീരത്തിൽ അത്ര കണ്ട് സംഘം. അവർക്ക് തോன்றிയത് പൊയ്യാക കാൺകയിലെ തോன்றாத ഊன்றிയ ബോധം കഴലുമോ. അങ്ങനെയുള്ളവർക്ക് എന്താ, അവർക്ക് ആദ്യം സത്യം എന്ന് തോന്നിയത് പിന്നീട് മിഥ്യയാണ് എന്നവര് മനസ്സിലാക്കുന്നില്ല. മിഥ്യയെ സത്യം എന്ന് കരുതി ഒരു മൂഢസ്വർഗത്തിൽ കഴിയുന്നു. ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നവർ, അവർക്ക് ഈ ആത്മാവെന്നൊന്നോ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല, അതിനൊന്നും അറിയണമെന്ന് താല്പര്യവുമില്ല. ശരീരത്തെ എങ്ങനെയെങ്കിലും നിലനിർത്തണം. പറ്റുമെങ്കിൽ ഒരു യോഗ ഇൻസ്ട്രക്ടർ ആകണം. ഇൻസ്ട്രക്ടറൊക്കെ ആയിക്കോളും, ഒരു വിരോധവുമില്ല, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ശരീരത്തിൽ മാത്രം, ഈ സ്ഥൂല ശരീരത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നവരാകരുത്. അതിൻ്റെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്, അതിനെ സാക്ഷാത്കരിക്കണം. അതാണ് മനുഷ്യജന്മത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. അപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല. എന്ത് മനസ്സിലാക്കുന്നില്ല? അവർ സത്യമെന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ മിഥ്യയാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് എന്ത് പറയുന്നു? ഊன்றிய ബോധം കഴലുമോ. ഊன்றிയ ബോധം എന്ന് പറഞ്ഞാൽ ഉറച്ച തെറ്റിദ്ധാരണ എന്നാണ്. ബോധം എന്നുള്ളതിന് അവിടെ അറിവ്, ജ്ഞാനം എന്നല്ല, ഉറച്ചു പോയിരിക്കുന്നു. എന്ത്? ഞാൻ ദേഹമാണ്, ഇത് എൻ്റേതാണ്, ഇതിനെ വെച്ചുകൊണ്ടാണ് എനിക്ക് സുഖിക്കാൻ കഴിയുക തുടങ്ങിയ വിചാരങ്ങളൊക്കെ. ഇതാണ് തെറ്റിദ്ധാരണ. ആ തെറ്റായ അറിവ് കട്ടിപിടിച്ചു പോയിരിക്കുന്നു. അത് കഴലുമോ, അത് ഊരിപ്പോകുമോ, അഴിഞ്ഞു വീഴുമോ, അത് അവരെ വിട്ട് അകലുമോ? അകലില്ല എന്ന് പറയാനാണ് അങ്ങനെ ഒരു ചോദ്യ രൂപത്തിൽ ആ പദ്യം അവസാനിപ്പിക്കുന്നത്. കാൺകയിലെ തോன்றாத ഊன்றிய ബോധം കഴലുമോ, അതെങ്ങനെ അവരെ വിട്ടുപോകും? ആരൊക്കെ വിചാരിച്ചാലും ഈ തെറ്റിദ്ധാരണയെ അവരുടെ ഉള്ളിൽ നിന്നും
നീക്കം ചെയ്യാൻ സാധ്യമല്ല. അവർ താൻ ശരീരമാണ്, ഇത് എൻ്റെ ശരീരമാണ് എന്നുള്ള വിചാരത്തോടു കൂടി തന്നെ ഈ യോഗമാർഗത്തിലൂടെ പോകും. അവർ ആത്മാവിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കുകയില്ല. അവസാനം മരണം വരും. നിങ്ങൾ യോഗമാർഗത്തിൽ കൂടി പോയോ വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടി പോയോ, ഇതൊന്നും മരണദേവന് നോട്ടമില്ല. മരണദേവന് അതൊന്നും നോട്ടമില്ല. അദ്ദേഹം കാര്യത്തിൽ കണ്ണായിട്ടിരിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഡ്യൂട്ടി ബൗണ്ടാണെന്ന് അർത്ഥം. യമന് കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല, അറിയാമോ? യമപ്രീതി അങ്ങനെയൊന്നില്ല. ഇനി അഥവാ യമധർമ്മന്റെ വിഗ്രഹം വെച്ച് പൂജിച്ച് പതുക്കെ വന്നാതിയെ എൻ്റെ അടുത്ത് ഇപ്പോഴൊന്നും വരണ്ട, കുട്ടികളും പേരക്കുട്ടികളുടെ പേരക്കുട്ടികളും ഒക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പതുക്കെ അങ്ങ് വരാം എന്നൊന്നും പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ആ വാക്കിൽ മയങ്ങിപ്പോവില്ല. യമൻ നിഷ്ഠുരനാണ്, ക്രൂരനാണ്. അയാളെ സോപ്പിടാൻ പറ്റില്ല. കൈക്കൂലി കൊടുത്താൽ അതിലും വീഴില്ല. ഒരു തരത്തിലും വഴങ്ങാത്തയാളാണ്. മണ്ണ്, പെണ്ണ്, പൊന്ന്, ഇതാണ് മൂന്നെണ്ണം മനുഷ്യനെ സ്വാധീനിക്കുന്ന മൂന്നെണ്ണം. ഈ മൂന്നിനും പിടികൊടുക്കാത്തവനാണ് യമധർമ്മൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മരാജാവ് എന്ന് പറയുന്നത്. ഈ മൂന്നിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നവൻ, ഒന്നിനും വഴങ്ങാത്തവൻ. അപ്പോ അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഇങ്ങെത്തും. ഭയപ്പെട്ടാലും ശരി, സ്തുതിച്ചാലും ശരി, പുല്ലുപോലെ കരുതിയാലും ശരി, നിങ്ങളുടെ ഭാവം എന്തെന്നുള്ളത് യമന് നോട്ടമില്ല. അദ്ദേഹത്തിന്റെ കൃത്യം ഭംഗിയായി നിർവഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ താൻ ശരീരമാണെന്നോ അല്ലെങ്കിൽ ഇത് തൻ്റേതാണെന്നോ ഉള്ള ആ ബോധം, ആ തെറ്റിദ്ധാരണ അത്ര പെട്ടെന്നൊന്നും മനുഷ്യ മനസ്സിൽ നിന്ന് പോവില്ല. അതിന് കഠിനമായ പ്രയത്നം ആവശ്യമുണ്ട്, നിരന്തരമായ വിചാരം. കഠിനമായ പ്രയത്നം എന്ന് പറയുമ്പോൾ ചുമടെടുക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ട് സഹിക്കണം എന്നൊന്നുമല്ല. നമ്മുടെ ശ്രദ്ധ ആത്മാവിൽ ഉറക്കില്ല, ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ ശ്രദ്ധ ഉറയ്ക്കുകയും ചെയ്യും. ഒരു ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയോട് ഈ മുതിർന്നവരാരും പറയുന്നില്ലല്ലോ, കുഞ്ഞെ നീ ശരീരമാണ്, എപ്പോഴും ശരീരമാണ് എന്ന് വിചാരിച്ചോളണം, ശരീരത്തെ തന്നെ പോഷിപ്പിക്കണം, ശരീരസുഖങ്ങളിൽ വേണം നീ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. എല്ലാ കുട്ടികൾക്കും അതിലേക്കാണല്ലോ ശ്രദ്ധ. എന്താ? വാസനയാണ്. ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു പോന്നിട്ടുള്ളത് ഇതാണ്. എന്താണ്? ഈ ദേഹം ഞാൻ അല്ലെങ്കിൽ എൻ്റെ, ഇതിൽ വെച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കാം. വിഷയങ്ങളെയൊക്കെ അനുഭവിക്കാനുള്ള ഉപകരണമാണ് ഈ ശരീരവും ശരീര അവയവങ്ങളും. ഇങ്ങനെ കരുതി പോന്നതായതുകൊണ്ട് ആ തെറ്റിദ്ധാരണ അത്ര പെട്ടെന്ന് നീങ്ങില്ല എന്നാണ്. യോഗ കഴറ്റി എന്നുള്ളതിന് വ്യാഖ്യാതാവ് നൽകുന്ന തർജ്ജമ യോഗത്യാഗം. കഴറ്റുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അഴിഞ്ഞു പോവുക, ഊരിയിടുക, അത് തന്നെയാണ് ത്യാഗം. ചര്യ, ക്രിയ, യോഗം, ഈ മൂന്നും ജ്ഞാനത്തിന് മുൻപുള്ള സാധനങ്ങളാണ്. ജീവന് തൻ്റെ പരമാർത്ഥം അറിയാൻ സാധിക്കാതെ മറവായി നിന്നുകൊള്ളുന്നത് അനാദി അജ്ഞാനമാണ്. ഈ അജ്ഞാനം എന്നാണ് തുടങ്ങി എന്നുള്ളത് നമുക്കറിയില്ല. ഈ അജ്ഞാനത്തെ മാറ്റുവാൻ ശേഷി ആത്മജ്ഞാനത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജ്ഞാനം കൊണ്ടേ ജീവൻ കൃതാർത്ഥനാകുന്നുള്ളൂ എന്ന് വന്നു. ജ്ഞാനം ശുദ്ധ അന്ധകരണത്തിലേ ഏറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കയറുകയുള്ളൂ. ഈ ഏറുക എന്ന് പറയുന്നത് തമിഴാണ്. ബസ്സിലൊക്കെ പോയി തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബസ്സിൽ ഏറ് ഏറ് ഏറ്, നമ്മളിവിടെ കയറൂ എന്നാണ് പറയുന്നത്. കയറുമായിട്ട് അവിടെ ബന്ധമൊന്നുമില്ല, അവർ ഏറ് ഏറ് എന്നേ പറയത്തുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഏറുകയുള്ളൂ. ശുദ്ധ അന്ധകരണത്തിലേ ഏറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കയറുകയുള്ളൂ, പ്രവേശിക്കുകയുള്ളൂ. അന്ധകരണത്തിലെ മലങ്ങൾ രാഗാദികളായ അശുദ്ധം, ചലനാത്മകമായ വിക്ഷേപം, മറച്ചു നിൽക്കുന്ന മായ അല്ലെങ്കിൽ അജ്ഞാനം, ഈ മൂന്നുമാണല്ലോ. ഇതിനെയാണ് ആണവം, കർമ്മം, മായ. ആണവം അഹങ്കാരം, കർമ്മം കർമ്മവാസന, മായ ആത്മാവിനെ അറിയാതിരിക്കുന്ന സ്ഥിതി. അതിനാൽ ആദ്യമേ മാറ്റേണ്ടവ ഈ ആദ്യം ചൊന്ന മലം, വിക്ഷേപം രണ്ടുമത്രേ. ഉള്ളിലുള്ള അഴുക്കും ആ അഴുക്ക് കൊണ്ട് ആണ് ചിത്തം ചലിക്കുന്നത്. ഈ രണ്ടിനെയും മാറ്റണം. ചര്യ, ക്രിയ ഇവകളാൽ അശുദ്ധമലവും യോഗത്താൽ അല്ലെങ്കിൽ ഉപാസനയാൽ വിക്ഷേപവും ആദ്യമേ അകറ്റപ്പെടണം. ചര്യ, ക്രിയ കൊണ്ട് രാഗം, ദ്വേഷം, കാമം, ക്രോധം തുടങ്ങിയ രജസ്തമോ മലങ്ങൾ നീങ്ങും. യോഗം അല്ലെങ്കിൽ ഉപാസന കൊണ്ട് മനസ്സിൻ്റെ വിക്ഷേപം, പുറത്തേക്കുള്ള പാച്ചിൽ, അതും നീങ്ങും. ജ്ഞാനത്തിന് അടുത്ത് മുൻപിലുള്ള പടി യോഗവും തന്നിമിത്തം അടുത്തതിനർഹത യോഗിക്കും ആയതിനാലാണ് ചര്യാ, ക്രിയാ, യോഗങ്ങളാകുന്ന സാധനത്രയത്തിൽ
യോഗത്തെ പറ്റി പ്രസ്താവിക്കാൻ പ്രസ്തുത അധികാരം ഏർപ്പെടുത്തുന്നത്. അധികാരം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ, ഈ സർഗം എന്നർത്ഥം. ചര്യാക്രിയ ഈ രണ്ടും അനുഷ്ഠിച്ചു തള്ളി. എന്താണ് അനുഷ്ഠിച്ച് തള്ളുക എന്ന് പറഞ്ഞാൽ? അനുഷ്ഠിച്ചിട്ട് വിടുക എന്നർത്ഥം. എന്നും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയല്ല, അനുഷ്ഠിച്ച് വിടുക എന്നാണ്. തമിഴിലൊരു ചൊല്ലുണ്ട്, കളവും കറ്റ് മറ. കളവെന്ന് പറഞ്ഞാൽ മോഷണം. മോഷണവും നല്ലപോലെ പഠിക്കൂ എന്നാണ്. എങ്ങനെ കക്കണം, അത് ഒരു കലയാണ്. 64 കലകളിൽ ഒന്നാണ് ശാപ്പാടും മോഷണവും. രണ്ടും കലയാണ്. 64 കലകളുണ്ടെന്നാണ്. പക്ഷെ ഈ കക്കുക എന്നുള്ള ആ കലയെ നല്ലതുപോലെ അഭ്യസിച്ച് എങ്ങനെ മറ്റുള്ളവരാൽ പിടിക്കപ്പെടാതെ മോഷ്ടിക്കാം എന്നുള്ളതിനെ നല്ലപോലെ പഠിച്ച് ആ അറിവ് നേടി കക്കരുത്. പഠിച്ചിട്ട് ആ വിദ്യയെ സ്വന്തമാക്കിയിട്ട് മറന്നു കളയുന്നു. കാരണം അത് പ്രാവർത്തികമാക്കാനുള്ളതല്ല. മോഷണം അധർമ്മമാണ്. ചര്യാക്രിയ ഈ രണ്ടും അനുഷ്ഠിച്ചു തള്ളി കർമ്മയോഗത്തെ അഥവാ യോഗത്തെ അനുഷ്ഠിച്ച് മോക്ഷമടയുവാൻ യോഗികൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ ചെയ്യുന്നത് എന്തെന്നാൽ മൂലാധാരം തുടങ്ങിയ ഓരോ ആധാരത്തിലും വിനായകാദി ദേവന്മാരെ സങ്കല്പിച്ച് മൂർത്തീകരിച്ച് ഒന്നിനെ വിട്ട് മറ്റൊന്നിനെ എടുത്തും താണതിനെ തള്ളി ഉയർന്നതിനെ ഏറ്റും ഇങ്ങനെ സങ്കല്പത്താൽ ഭ്രമണാത്മകമായി തീരുന്ന മനസ്സിൽ നിശ്ചലമായ ഈശ്വരബോധം എങ്ങനെയാണ് ഉണ്ടാവുക? 7 ആധാരങ്ങളാണ്. യോഗമാർഗത്തിലൊക്കെ പോകുന്നവർ പറയും മൂലാധാരം, സ്വധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. 7 തോന്നുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ. ഈ 7 ആധാരങ്ങൾക്കും ഓരോരോ അധിദേവതയുണ്ട്. അതിൽ ഏറ്റവും താഴത്തെ ആധാരമാണ് മൂലാധാരം. ആ മൂലാധാരത്തിന്റെ നായകൻ ഗണപതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും വിനായക പൂജ, ഗണപതി പൂജ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. കാരണം ഏറ്റവും താഴത്തെ പടിയാണ്. അവിടെ ഉള്ളത് നേരെ ആയാലേ അടുത്തടുത്ത പടികളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ പറ്റൂ. ആധ്യാത്മിക സാധനയുടെ പടികളിൽ. അപ്പോൾ ആ ഗണപതിയുടെ അനുഗ്രഹം, അതുകൊണ്ടാണല്ലോ അവിഘ്നമസ്തു. അരിയിൽ എഴുത്തിനിരുത്തുമ്പോൾ ഹരിഹി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു, വിഘ്നം ഉണ്ടാകാതിരിക്കട്ടെ. അത് നമ്മൾ പലരും ഹരിഹി ശ്രീ തന്നെ മറന്നുപോയി. ഹരിശ്രീ, ഹരിശ്രീ കുറിക്കുക. അങ്ങനെയൊന്നില്ല. ഹരിഹി ശ്രീ എന്ന് തന്നെ പറയണം, വിസർഗം പറയണം. കാരണം ഹരിഹി എന്നാണ് പദം. അത് പിന്നെ നമ്മൾ പറഞ്ഞ് അവസാനം ഹരിശ്രീ അശോകൻ അങ്ങനെ ഏതെങ്കിലും മിമിക്രി ഗ്രൂപ്പ് ഹരിശ്രീ. അപ്പൊ അതിൽ പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായതുകൊണ്ട് ഹരിശ്രീ അശോകൻ എന്താണെന്നറിയില്ല. അപ്പോ അതാണ് ഓരോ ആധാരത്തിലും വിനായകാദി ദേവന്മാരെ സങ്കല്പിച്ച് മൂർത്തീകരിച്ച് ഓരോ ആധാരത്തെയും കടന്ന് മുകളിലേക്കുള്ള ആധാരത്തിലേക്ക് പോകണം. ഇങ്ങനെ കയറി പോകുന്നവൻ, കയറി പോകുമ്പോൾ ഇടയ്ക്ക് പെരണ്ട് വീഴാനും സാധ്യതയുണ്ട്. പടി കയറുന്നവൻ ചിലപ്പോൾ കാല് തെറ്റി ഉരുണ്ട് താഴെ വരാനും സാധ്യതയുണ്ട്. എപ്പോഴും കയറ്റം എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനല്ല, ഒരേ ഡയറക്ഷൻ. എപ്പോഴും കയറിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ കാല് ഇടറി താഴെ വീഴാനും സാധ്യതയുണ്ട്. ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു മനസ്സിന് എങ്ങനെയാണ് നിശ്ചലത കിട്ടുക? ഇതാണ് ചോദ്യം. അതെങ്ങനെ നിശ്ചലമായി തീരും എന്നാണ്. ഈശ്വരബോധം എങ്ങനെയാണ് ഉണ്ടാവുക? നിശ്ചലാത്മകമായ ഈശ്വരബോധം എങ്ങനെയാണ് ഉണ്ടാവുക? സാധകരുടെ ഏകാഗ്രതയിൽ ഉണ്ടാവണം. കൂടാതെ ഈ വിശ്വാസത്തിൽ അടിയുറച്ച് യോഗത്തെ അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്ന ഈ വിശ്വാസത്തെ ധ്വംസിച്ച് സാക്ഷാത് ജ്ഞാനലാഭത്തിനായുള്ള സംരംഭത്തിന് അവശ്യമായി നിൽക്കുന്ന ഈ നടപടി നിർത്തുക എന്ന വൃത്തി പോലും സാധ്യമല്ല. യോഗികളൊക്കെ ഈ കുണ്ടലിനിയ ശക്തിയെയാണ് അതിലാണ് അവരുടെ ശ്രദ്ധ. ഇത് ഏത് ആധാരം വരെ എത്തി. അവിടെയൊക്കെ ദിവ്യങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകും. ഓരോ ദേവതകളുടെയും പ്രീതി ഉണ്ടാവും. ഓരോ ദർശനങ്ങൾ ഒക്കെ ഉണ്ടാകും. ദിവ്യമായ നാദങ്ങൾ, ദിവ്യരൂപങ്ങളൊക്കെ ദർശിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ അതൊക്കെ മനസ്ഥലമാണ്, മായാതലമാണെന്നാണ്. മായ അവസാനം വരെ നമ്മ വട്ടം കറക്കുന്നു. അവസാന ഘട്ടം വരെ, സത്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നമ്മൾ മായയുടെ പിടിയിലായിരിക്കും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ഇരിക്കണം. പിന്നെ എങ്ങനെയാണ് അവരിൽ അരുൾബോധം ഏറുവാനിടയാകുന്നത്? ജീവബോധം മാറി അരുൾബോധം ഉദയമായാലല്ലയോ ഒരാൾക്ക് വസ്തുദർശനത്തിന് ഇടയാവുന്നത്? അരുൾ, ഈശ്വര അനുഗ്രഹം, അതെന്താ? മനസ്സിന്റെ നൈശ്ചല്യം, നിർമ്മലമായ ശാന്തി, നിശ്ചലത. അതാണ് ഒരാള് അദ്വൈത അനുഭവത്തിൽ നേടുന്നത്. അല്ലാതെ ഈ കയറ്റവും ഇറക്കവും അല്ല. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.